സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന മൂന്നാമത്തെ ന്യായത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. മാലിക് യൗമിദ്ദീൻ എന്നതാണ് ആ മൂന്നാമത്തെ ന്യായം. യൗമുദ്ദീൻ അഥവാ പ്രതിഫല നാളിൻ്റെ മാലിക്, അധിപനായവനാകുന്നു അവൻ. എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹുവിനുള്ള സ്തുതിയായി മാറണം? ഒന്നാമത്തെ ന്യായം പറഞ്ഞു, അവൻ റബ്ബുൽ ആലമീനാകുന്നു. രണ്ടാമത് പറഞ്ഞു, അവൻ അർ-റഹ്മാനിർ റഹീമാകുന്നു. മൂന്നാമത് പറയുന്നു, അവൻ മാലിക് യൗമിദ്ദീനാകുന്നു. പ്രതിഫലം നൽകപ്പെടുന്ന വിധിനിർണായകമായ നാളിൻ്റെ ഏക ഉടമസ്ഥനാകുന്നു തമ്പുരാൻ. എന്താണ് ഈ യൗമുദ്ദീൻ? അത് ഭാവനയാണോ, സങ്കല്പമാണോ, അതോ യാഥാർത്ഥ്യമാണോ? മനുഷ്യന്റെ ജീവിതം എവിടെയാണ് ഒടുങ്ങുന്നത്? മനുഷ്യന്റെ ജീവിതകാലം എത്രയാണ്? ഒരുപക്ഷെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മനുഷ്യന്റെ ആയുസ് ഇന്ന് കൂടുതൽ, കുറവ് എന്നൊക്കെ ചർച്ചകളുണ്ട്. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വരുന്നു എന്നതാണ് ചരിത്രപരമായി ശരി. 1000 കൊല്ലമൊക്കെ മനുഷ്യൻ സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. ഖുർആനാണ് അതിന് തെളിവ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനകാലം എത്ര? ഖുർആന്റെ മറുപടി അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, 1050 കുറവ് എന്ന് പറഞ്ഞാൽ 950 കൊല്ലം അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രബോധനം നടത്തി ഷെയ്ഖുൽ അംബിയ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാലം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നർത്ഥം. അത്രയുമൊക്കെ ദീർഘമായ കാലയളവ് മനുഷ്യൻ ജീവിച്ചിരുന്ന ചരിത്രഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നേറിയാൽ 100 അല്ലെങ്കിൽ 115, അതിനപ്പുറം പറയാനിന്ന് സാധ്യമല്ല. വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ജീവികളുണ്ട്. ഒരു എലി എത്ര കാലം ജീവിക്കും? 4-5 കൊല്ലം. ഒരു മുയൽ എത്ര കാലം ജീവിക്കും? ഒരു 10-15 കൊല്ലം പരമാവധി. കുതിരയുടെ പ്രായം 30 എന്ന് പറയലുണ്ട്. ഒരാന 70 വയസ്സ് വരെ പോകും എന്ന് പറയും. നട്ടെല്ലുള്ള ജീവികളിൽ ആമയാണത്ര കൂടുതൽ ആയുസ്സുള്ളത്. നമ്മുടെ വിഷയം അതല്ല. മനുഷ്യന്റെ ആയുസ് അത് കുറഞ്ഞാലും കൂടിയാലും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആടിത്തിമിർക്കുന്ന ഈ ജീവിതം ഇതോടുകൂടി തീർന്നോ നാടകം? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്താ വിഷയം അതാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ 2 ഗുഹകൾക്കിടയിലുള്ള ജീവിതമാണോ? പുറത്തേക്ക് തള്ളുന്ന ഒരു ഗുഹയും അകത്തേക്ക് വലിക്കുന്ന ഒരു ഗുഹയും. പുറത്തേക്ക് തള്ളുന്ന ഗുഹ ഗർഭാശയമാകുന്ന കുടുസുമുറിയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് തള്ളുന്നു മനുഷ്യനെ. പിന്നെ അവൻ മരണത്തോടുകൂടി ഖബറിലേക്ക് പോകുന്നു, തന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു ഗുഹ. ഈ 2 കുടുസുമുറികളിൽ ഈ സഞ്ചാരത്തിൽ മനുഷ്യന്റെ ജീവിതം ഒടുങ്ങുമോ? മരണമെന്ന ഒരു മതിൽക്കെട്ട് നിൽക്കുന്നുണ്ട്. ആ മതിലിനപ്പുറം എന്താണ് സംഭവിക്കുക? തീർച്ചയായും മനുഷ്യന്റെ ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ട വിഷയമാണ്. മരണം എന്ന് പറയുന്നത് മനുഷ്യ നിസ്സഹായതയുടെ മകുടോദാഹരണമാണ്.
മനുഷ്യ നിസ്സഹായതയുടെ മകുടോദാഹരണമാണ്. മനുഷ്യൻ ആർജിച്ച എല്ലാ കഴിവുകളും അവിടെ നിർവീര്യമായി പോവുകയാണ്. മനുഷ്യന്റെ എല്ലാ പ്രതാപങ്ങളും, അവന്റെ എല്ലാ അധികാരങ്ങളും, അവന്റെ എല്ലാ സ്വാധീനങ്ങളും, അവന്റെ എല്ലാ കരുത്തും ഊർജവും അവിടെ ചോർന്നു പോകുന്നു. നിസ്സഹായതയുടെ ഏറ്റവും വലിയ ഉദാഹരണം മരണമാണ്. സൂറത്തുൽ ഖിയാമയിൽ ഒരു ചിത്രീകരണമുണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നമ്മുടെ ഉള്ളിൽ പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ്. റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോ മനുഷ്യൻ ബേജാറോടുകൂടി ചോദിക്കുകയാണ്, മൻ റാഖ്, ആരാണ് ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് മന്ത്രിച്ചൂതാൻ ആരാണുള്ളത്? ബേജാറോടുകൂടി മനുഷ്യൻ ചോദിച്ചു പോവുകയാണ്. ഇതാണ് വേർപാടിന്റെ സമയമെന്നയാൾ തിരിച്ചറിയുന്നു. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സ്സാഖു ബിസ്സാഖ്. നിസ്സഹായതയുടെ എവറസ്റ്റിൽ ഏത് മനുഷ്യനുമാകട്ടെ, ഏത് പദവി വഹിച്ചവനാകട്ടെ, ഏത് അധികാരപദത്തിലിരുന്നവനാകട്ടെ, എത്ര കഴിവുള്ളവനാകട്ടെ, അയാൾ കണങ്കാലുമായി കൂട്ടിപ്പിണയുന്ന സന്ദർഭത്തിൽ അതാണ് വൽതഫത്തി സ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. തന്റെ റബ്ബിലേക്കുള്ള മടക്കത്തിന്റെ നിമിഷമാണ്. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അലംഘനീയമായ ദൈവവിധിക്ക് മുമ്പിൽ കീഴടങ്ങുകയല്ലാതെ മാർഗമില്ലെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന, അറിയാതെ കാലുമായി കൂട്ടിപ്പിണഞ്ഞു പോകുന്ന ഒരു സന്ദർഭം അവന് വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ വാഖിയയിൽ മറ്റൊരു ചിത്രീകരണമുണ്ട്. മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഖുർആന്റെ ഒരു വെല്ലുവിളിയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. ഈ വെല്ലുവിളിയുടെ മുമ്പിൽ മനുഷ്യരാശി ഒന്നടങ്കം അവൻ ആർജിച്ച സകല വിജ്ഞാനങ്ങളും തലകുനിച്ച് മൗനം പാലിച്ചു നിൽക്കുകയാണ്. ഖുർആൻ ചോദിക്കുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് പോകാൻ പോകുന്ന ഈ റൂഹിനെ പിടിച്ചു നിർത്താനാകുന്നില്ല എന്ന് ഖുർആൻ മനുഷ്യനോട് ചോദിക്കുന്നു. വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. നോക്കിയിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. രോഗിയായ മനുഷ്യൻ ഊർധ്വശ്വാസം വലിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. ഇതാ നിങ്ങളുടെ മുമ്പിലൂടെ അയാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോകുന്നു, മരിക്കുന്നു. ഈ മരണരംഗം കണ്ടുകൊണ്ട് ദൃക്സാക്ഷികളായി നിങ്ങളുണ്ട്. വല്ലതും ചെയ്യാൻ കഴിയുമോ? വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളുടെ കാഴ്ചയുടെ മറയത്ത് സംഭവിക്കുന്നത് എന്താ? അയാളോട് വളരെ അടുത്ത്, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് നിങ്ങളെക്കാൾ ഏറെ അഖറബായിട്ട് നാമുണ്ട്. പക്ഷേ നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധ്യമല്ലാത്ത ഒരുപിടി അനുഭവങ്ങൾ. എന്നിട്ട് ചോദിക്കുന്നു, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഇനിയും അഹങ്കാരമുണ്ടോ? ദൈവവിധി ബാധകമല്ലെന്ന്, അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങാൻ സാധ്യമല്ലെന്ന്, പടച്ചവന് വിധേയപ്പെട്ടവരല്ലെന്ന് വാദമുണ്ടെങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. സത്യസന്ധരാണോ നിങ്ങൾ? എങ്കിൽ ഈ പോകുന്ന റൂഹിനെ പിടിച്ചു നിർത്തി തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, വിശദീകരിക്കേണ്ടതില്ല, വലിയ ചിന്താ വിഷയമാണ്. അവിടെ ഡോക്ടറുണ്ട്, അവിടെ സയന്റിസ്റ്റുണ്ട്, അവിടെ നിരീശ്വരവാദിയുണ്ട്, അവിടെ ഭൗതികവാദിയുണ്ട്, അവിടെ പൊളിറ്റിക്കൽ ലീഡറുണ്ട്, എല്ലാ മഹാപ്രതിഭകളുമുണ്ട് ഈ ചോദ്യത്തിന്റെ മുമ്പിൽ. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. സത്യസന്ധരാണോ നിങ്ങൾ?
നിങ്ങൾ പറയുന്ന വാദത്തിൽ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ പോകുന്നുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിലൂടെ, പറന്നു പോകുന്നു ജീവൻ, പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ. പിടിച്ചു നിർത്താനാവുമോ? ആ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണാനുഭവം എന്ന് പറയുന്നത് മനുഷ്യ നിസ്സഹായതയുടെ മകുടോദാഹരണമാണ്. അവിടെ ഏറ്റവും വലിയ ഫറോവമാർ പോലും മുട്ടുകുത്തിപ്പോകും. സൂറത്ത് യൂനുസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ധിക്കാരിയുടെ മരണരംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഫിർഔൻ പോലും മുട്ടുകുത്തിപ്പോകും, ഈ രംഗത്ത് പതറിപ്പോകും. ഞാൻ തന്നെ പടച്ചോൻ എന്ന് പറഞ്ഞയാളാണ് ഫിർഔൻ. ആ ഫിർഔൻ തൗഹീദിന്റെ ഏറ്റവും വലിയ വക്താവായി മാറുകയാണ് മരണരംഗത്ത്. അതാണ് മരണം, അതാണ് മരണത്തിന്റെ പ്രഭാവം. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഫിർഔൻ പറഞ്ഞു, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ ഏതൊരു ഏകനായ ഇലാഹിനെയാണോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു തൗഹീദിലേക്കാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഏകനായ ഇലാഹിൽ ഞാനിതാ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വലിയ വക്താവായി മാറുകയാണ് ഫിറഔൻ, ഫറോവ രാംസസ് രണ്ടാമൻ. പോരാ, ഫിറഔൻ പറഞ്ഞു, അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാകുന്നു, ഞാൻ മുസ്ലിമാകുന്നു. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞവൻ, ബനൂ ഇസ്രായേൽ പിറക്കുന്ന ആൺകുട്ടികളെ പാറക്കല്ലിൽ അടിച്ചു കൊല്ലാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ചവൻ, ക്രൂരമായി പീഡനങ്ങളും ചൂഷണങ്ങളും നടത്തിയവൻ, ഈ നൈലടക്കമുള്ള നദികളൊക്കെ എന്റെ കാൽക്കീഴിലൂടെയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അലൈസലി മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ അധികാരം പ്രതാപം മുഴുവൻ എന്റേതല്ലേ എന്ന് പറഞ്ഞ ഫിർഔൻ തൗഹീദിന്റെ ഏറ്റവും വലിയ വക്താവായി മാറുന്നു. ഞാനൊരു മുസ്ലിമാകുന്നു എന്ന് വിനീത വിധേയനായി പറയുകയാണ്. അങ്ങനെ ഫിർഔനെ കൊണ്ട് പറയിച്ചു എന്നതാണ് മരണം. അതാണ് മരണം എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ മരണമാകുന്ന മതിൽക്കെട്ടിനപ്പുറം എന്ത്? പ്രിയമുള്ളവരെ ഒന്നാലോചിച്ചാൽ, യൗമുദ്ദീൻ ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ മുമ്പിൽ, ഒരുപാട് തെളിവുകളുണ്ട്. വളരെ പരിമിതമായി ഈ സമയത്തിൽ അത്തരമൊരു ചർച്ചയിലേക്ക് പോവുകയല്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മുടെ ബോധവും നമ്മുടെ ബുദ്ധിയും യൗമുദ്ദീനെ തേടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണത്. പണ്ടും ഇന്നും മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ്. മനുഷ്യന്റെ അവബോധത്തിലുണ്ട് യൗമുദ്ദീനെ സംബന്ധിച്ചുള്ള ഒരു ബോധം, ഒരു ചിന്ത, ഒരു സങ്കല്പം. ഞാൻ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. പൗരാണിക കാലത്ത് 1000 ആണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ഈ ഒരു ലോകത്തെ സംബന്ധിച്ച് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടോ, ലോകം വേണം എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം. ഇന്ന് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് പിരമിഡുകളെ കുറിച്ച് പറയാറുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾ, അതിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ട മമ്മികൾ. ഞാനിത് ലോകാത്ഭുതമായിട്ടല്ല സൂചിപ്പിക്കുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന ചിന്ത പൗരാണിക കാലം മുതൽ മനുഷ്യന്റെ മനസ്സിനെ മഥിച്ചിരുന്നു എന്നതിന്റെ പരലോക ബോധത്തിന്റെ ഒരു ദൃഷ്ടാന്തമായി ഈ ലോകാത്ഭുതങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഈ നിർമ്മിതികൾ നമുക്ക് കാണാൻ കഴിയും. 1923 ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സംഘം പഠിച്ചപ്പോൾ, പര്യവേഷണങ്ങൾ നടത്തിയപ്പോൾ തൂതൻഖാമൻ ഫറോവയുടെ കല്ലറ കണ്ടെത്തി. ആ കല്ലറ കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ആഭരണങ്ങൾ അതിലുണ്ടായിരുന്നു, ഏറ്റവും അലങ്കാരമുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു, ആടയാഭരണങ്ങളുണ്ടായിരുന്നു, ആഹാരപദാർത്ഥങ്ങളുണ്ടായിരുന്നു. ഇത് കേടുകൂടാതെ വളരെ ഭദ്രമായി ശാസ്ത്രീയമായി സാങ്കേതിക വിദ്യയിലൂടെ, അന്നത്തെ സാങ്കേതിക വിദ്യയിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ മരിക്കുന്ന ആളുടെ കൂടെ ഇതൊക്കെ വെക്കുന്നത്? ഇയാൾ അടുത്ത ജീവിതത്തിലേക്ക് പോകുന്നു എന്നാണ് ആ സമൂഹം ചിന്തിച്ചിരുന്നത്.
പൗരാണിക കാലത്തെ ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. മരണം ഒരു അവസാനമല്ല, ഒരു മാറ്റമാണ്, മറ്റൊരു ലോകത്തേക്കുള്ള കൂടുമാറ്റമാണ്. അവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്നവർ വിചാരിച്ചിരുന്ന ഫറോവമാർ, അവർക്ക് ഏറ്റവും നല്ല ആഹാരം വേണം, അവരുടെ ആടയാഭരണങ്ങൾ ഉണ്ടാകണം, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകണം, അവരുടെ കിരീടവും ചെങ്കോലും ഉണ്ടാകണം. അതിനുവേണ്ടി ഈ മയ്യത്തിന്റെ കൂടെ തന്നെ വളരെ ശാസ്ത്രീയമായി ഇത് അടക്കം ചെയ്യുന്ന വിദ്യ, ഇതിനെയാണല്ലോ നമ്മൾ മമ്മി, പിരമിഡ് എന്നൊക്കെ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ചൊക്കെ ഒരുപിടി ചർച്ചകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, കഥകളുണ്ട്. നമ്മുടെ വിഷയം ഇത് മനുഷ്യന്റെ ബോധത്തിലുണ്ട് എന്ന കാര്യമാണ്. ആത്മാവിനെ തൊട്ടു കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല, നമുക്ക് വിവേചിച്ച് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. പക്ഷെ മനുഷ്യന് ആത്മീയമായ അനുഭവങ്ങളുണ്ട്, ആത്മീയമായ ഒരുപിടി തലങ്ങളുണ്ടെന്ന് ഭൗതികവാദികൾ പോലും സമ്മതിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഞാൻ ഓർത്തുപോകുന്നത് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണശേഷം ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് എഴുതിയതാണ്. ഒരുപിടി ഉദ്ധരണികൾ നമുക്കങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് മരണത്തിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്, മരണാനന്തരം ചില അനുഭവങ്ങളുണ്ട് എന്ന വിശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നിലീനമാണ് എന്ന കാര്യമാണ്. അതിൽ പൗരാണിക കാലത്തെ മനുഷ്യനുണ്ട്, പുതിയ കാലത്തെ മനുഷ്യനുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായ ശരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും കൃത്യമായ ശരിയിലേക്ക്, അന്ധതകളിൽ നിന്ന് അകലെ, അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അകലെ മനുഷ്യനെ ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ ശരിയിലേക്ക് പരിശുദ്ധ ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഇനി മറ്റൊരു നിലക്ക് ആലോചിച്ചു നോക്കൂ. ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം എന്താ? വിശദീകരിക്കേണ്ടതില്ലല്ലോ. ദുഷ്ടന്മാർ പന പോലെ വളരുകയാണ്. എല്ലാ അർത്ഥത്തിലും നന്മയുടെയും സത്യത്തിന്റെയും മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ക്രൂരമായി വേട്ടയാടപ്പെടുകയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനുഭവം ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടുകാലം മുതലേ അങ്ങനെ തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും വിശുദ്ധന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അംബിയാ മുർസലുകൾ, ആ പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിച്ച, ത്യാഗം സഹിച്ച, സമർപ്പിച്ച നേതാക്കന്മാർ വരെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അംബിയാ മുർസലുകളുടെ കഥകൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ, അറുകൊല നടത്തിയ സമുദായങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധരായ, ഏറ്റവും സാത്വികരായ, ഏറ്റവും നിഷ്കളങ്കരും സത്യസന്ധരും ഗുണകാംക്ഷികളുമായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചോര വീണിട്ടുണ്ട് ഈ മണ്ണിൽ. ആ പ്രവാചകന്മാർ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, ആ പ്രവാചകന്മാർ ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ആ പ്രവാചകന്മാർ ശാരീരികമായ മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. എന്നല്ല, ആ പ്രവാചകന്മാർ ഏറ്റവും ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് പോവുകയല്ല, സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന കിങ്കരനായ ഭരണാധികാരി ഹെരോദ രാജാവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യക്കല്ല കാമുകിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, അധർമ്മത്തിനെതിരിൽ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തല തന്നെ എനിക്ക് വേണം എന്ന് ഈ കാമുകി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മഹാനായ പ്രവാചകന്റെ തലവെട്ടി താലത്തിൽ തളികയായി സമർപ്പിക്കപ്പെട്ടു രാജാവിന്റെ മുമ്പിൽ. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അങ്ങനെ ക്രൂരമായി പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കൂ, സാലിഹീങ്ങൾ, ഒരുപാട് സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടത്തിയ മഹാന്മാരായ നേതൃത്വങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ദുഷ്ടന്മാരും പീഡകന്മാരും പന പോലെ വളരുന്ന ചിത്രമുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരുപിടി സംഭവങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹിറ്റ്ലർമാരുണ്ട്, തീക്കിടങ്ങുകൾ ഉണ്ടാക്കി സ്വന്തം പൗരന്മാരെ അതിൽ കത്തിച്ച് ചാമ്പലാക്കി അതിൽ ആനന്ദ നൃത്തം ചവിട്ടിയ യൂസുഫ് ദൂനവാസുമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള ഏറ്റവും വലിയ നശീകരണ ജൈവായുധങ്ങൾ ഉപയോഗപ്പെടുത്തി, പിന്നെ രാസായുധങ്ങൾ ഉപയോഗപ്പെടുത്തി
ലക്ഷക്കണക്കിന് ഇറാഖിലെയും മറ്റും മക്കളെ ക്രൂരമായി കൊന്നുകളഞ്ഞ ജോർജ് ബുഷുമാർ കടന്നുപോയിട്ടുണ്ട്. ഈ ക്രൂരതകൾ, ഈ വേട്ടയാടലുകൾ ഇന്നും തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നന്മേശുക്കളായ മനുഷ്യർ അവർ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുക, മറിച്ച് ദുഷ്ടന്മാരും ക്രൂരന്മാരും വാഴ്ത്തപ്പെടുകയും അവരേറ്റവും വലിയ സുഖാഡംബരങ്ങളിൽ ജീവിച്ച് മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നീതി നടപ്പിലാകുന്നില്ലല്ലോ. അഥവാ ഏതെങ്കിലും ഒരു പാതകിയെ ശിക്ഷിക്കാൻ ഭൗതിക സംവിധാനത്തിൽ ശ്രമിച്ചാൽ അത് അപൂർണമായ ഒരു കഥ പോലെ തീർന്നു പോവുകയല്ലേ? 10,000 കൊന്ന ഒരുത്തൻ, അവനെ ഭൗതിക സംവിധാനത്തിൽ എത്ര തവണ ശിക്ഷിക്കാൻ കഴിയും? എല്ലാവരുടെയും നീതി പുലരുന്ന ഒരു നാൾ ഇവിടെ നടക്കുന്നില്ലെന്നത് മനുഷ്യന്റെ ബോധ്യമാണ്, ലോകാനുഭവമാണ്. ഇവിടെ മനുഷ്യൻ തേടുന്നുണ്ട് ഒരു പുതിയ ലോകം, ഒരു യൗമുദ്ദീൻ ആവശ്യമാണ് എന്ന് മനുഷ്യന്റെ ബുദ്ധി അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ മറുപടി പറയേണ്ടത് ശാസ്ത്രജ്ഞനല്ല, ഇവിടെ മറുപടി പറയേണ്ടത് ഭൗതികവാദികളല്ല. അങ്ങനെ ഈ മരണത്തിന്റെ മതിലിനപ്പുറം ഒരു ലോകമുണ്ടോ എന്നത് ലാബിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയമല്ല, അത് ലൈബ്രറിയിലൂടെ കണ്ടെത്താൻ കഴിയുന്ന വിഷയമല്ല. ഓരോ വിജ്ഞാനത്തിനും അതിൻ്റെതായ താക്കോലുകൾ വേണം. വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറക്കാൻ വ്യത്യസ്തമായ താക്കോലുകളാണ്. മാത്തമാറ്റിക്സ് പഠിക്കാൻ അതിന്റെ താക്കോല് തന്നെ വേണം, അതിന്റെ സ്കെയില് തന്നെ വേണം. അതിന് ശരീരശാസ്ത്രത്തിന്റെ സ്കെയില് പോരാ. ഇതെല്ലാവരും സമ്മതിക്കുന്ന സത്യമാണ്. എങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ആ വിജ്ഞാനത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വഹിയിന്റെ താക്കോലാണ്. അതുകൊണ്ട് ആ വിജ്ഞാനത്തിന്റെ ലോകം തുറക്കാൻ സാധ്യമാവുകയുള്ളൂ. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടുന്ന അറിവുകൾക്കപ്പുറം, ഭൗതികതക്കപ്പുറമുള്ള അറിവിനെ സ്വീകരിക്കുവാൻ അത് കണ്ടറിയാൻ സാധ്യമല്ല, അത് കേട്ടറിയാൻ സാധ്യമല്ല, അത് തൊട്ടറിയാൻ സാധ്യമല്ല, അത് രുചിച്ചറിയാൻ സാധ്യമല്ല, അത് മണത്തറിയാൻ സാധ്യമല്ല. ഈ 5 മാർഗങ്ങളെ മനുഷ്യന്റെ മുമ്പിലുള്ളൂ. അതിൽ കിട്ടിയ വിജ്ഞാനങ്ങളെ മനുഷ്യന്റെ മുമ്പിലുള്ളൂ. ഇതിലൊന്നിലും പെടാത്ത ഒരു വിജ്ഞാനത്തെ തുറക്കാൻ ഈ താക്കോലുകളൊന്നും പോരാ. അതിന് വഹിയിന്റെ 6ാം ഇന്ദ്രിയം തന്നെ വേണം. ആ വഹിയിന്റെ 6ാം ഇന്ദ്രിയമുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് മാത്രമാണ്. ആ പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യ സമുദായത്തെ പഠിപ്പിച്ചത് മാത്രമാണ്. അത് മനസ്സിലാക്കാനുള്ള മാർഗം ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ എന്ന് സൂറത്ത് ദുഖാനിൽ പറഞ്ഞു. ഈ ആകാശങ്ങൾ, ഈ ഭൂമി, ഇതിനെ നാം കളിയായി പടച്ചിട്ടില്ല, വിനോദമായി സൃഷ്ടിച്ചതല്ല. ഇത് ഈശ്വരന്റെ ലീലാവിലാസമല്ല, ഭഗവാന്റെ മൃഗയാ വിനോദമല്ല. ഒരിക്കലും നാം അങ്ങനെ കളിയായി പടച്ചിട്ടില്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, തികഞ്ഞ യാഥാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ മഹാഭൂരിപക്ഷവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന യൗമൽ ഫസ്ൽ മീഖാതുഹും അജ്മഈൻ, യൗമുൽ ഫസ്ൽ, ആ വിധി തീർപ്പിന്റെ നാളുണ്ടല്ലോ, അതാണ് എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ മീഖാത്ത്. അതാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, ബാത്തിലായിട്ട് പടച്ചതല്ല അല്ലാഹു ഈ ആകാശഭൂമികളെ, മിഥ്യയായിട്ടല്ല. ദാലിക ളന്നുല്ലദീന കഫറു, അത് അവിശ്വാസികളുടെ ഊഹമാണ്. എന്നെ എന്ത് പേരിൽ വിളിച്ചാലും, ഏത് ഫിലോസഫിയുടെ പേരിൽ വിളിച്ചാലും, ഏത് ഇസത്തിന്റെ പേരിൽ വിളിച്ചാലും, ഏത് സിദ്ധാന്തത്തിന്റെ പേരിൽ വിളിച്ചാലും പരിശുദ്ധ ഖുർആൻ പറയുന്നു ദാലിക ളന്നുല്ലദീന കഫറു, അത് അവിശ്വാസികളുടെ ഊഹം മാത്രമാണ്. ഫവൈലുൽ ലില്ലദീന കഫറു മിനൻ നാർ, അവർ നരകാവകാശികൾ. ചോദിക്കുന്നു നമ്മുടെ ബുദ്ധിയോട്, അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർള്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള നന്മകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയ കുഴപ്പക്കാരായ ഈ ആളുകൾ, നാശകാരികൾ, ഈ 2 കൂട്ടരെയും അല്ലാഹു ഒരുപോലെ കൈകാര്യം ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തെമ്മാടികളായ ഫ്രോഡുകളായ ആളുകൾ, അവരെയും തഖ്വയോടുകൂടി ജീവിച്ച സൂക്ഷ്മശാലികളായ മുത്തഖീങ്ങളെയും അല്ലാഹു ഒരുപോലെ കൈകാര്യം ചെയ്യും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സാധ്യമല്ല. അവർക്ക് 2 പേർക്കും 2 വിധിയാണ്. ആ വിധി നടക്കുന്ന യൗമുൽ ഫസ്ൽ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവ്യക്തതകൾ വേണ്ട,
സന്ദേഹങ്ങൾ വേണ്ട, സംശയങ്ങൾ വേണ്ട, അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ. അത് ആത്മീയ അന്വേഷകരുടെ ഒരു പരമ്പരയല്ല. പലപ്പോഴും ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആത്മീയ അന്വേഷകരായിട്ട് പ്രവാചകന്മാരെ കുറിച്ച് പറയും. ആത്മീയ അന്വേഷകരല്ല. മനുഷ്യന്റെ ആത്മീയമായ അന്വേഷണങ്ങൾക്ക് ദൈവികമായി നൽകപ്പെട്ട ഉത്തരങ്ങൾ, അതായിരുന്നു പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി ആ ശരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധ ഖുർആൻ പരലോകം എന്നത് ബോധ്യമാണ്. മാലിക് യൗമുദ്ദീൻ, ആ യൗമുദ്ദീന്റെ മാലിക്കാകുന്നു അല്ലാഹു. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കൂ. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയെ മഴയിലൂടെ അല്ലാഹു ഹരിതാഭമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ നിർജീവമായ ഈ അവസ്ഥയിൽ നിന്ന് അല്ലാഹു മറ്റൊരു കോലത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോകും. മരണത്തിനപ്പുറം ഒരു മറുലോകം, അത് തീർച്ചയായും സാധ്യമാണ്. ഇനിയും ചിലർ ചോദിക്കുന്നു, ഒരുമ്പിച്ചു പോയ എല്ലുകൾ അതിൽ നിന്ന് വീണ്ടും രണ്ടാമതുണ്ടാക്കുമോ എന്ന്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യം എങ്ങനെയാണോ, ആരാണോ അതിനെ പടച്ചത്, അവൻ രണ്ടാമത് അതിനെ പുനർനിർമ്മിക്കും. അവന് യാതൊരു കുഴപ്പവുമില്ല. ആദ്യം സൃഷ്ടിച്ചവന് രണ്ടാമത് സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും സമ്മതിച്ചു തരുന്ന കാര്യമാണല്ലോ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ എല്ലുകളെ എങ്ങനെ സംയോജിപ്പിച്ച് രണ്ടാമതുണ്ടാക്കും? പറയൂ, തീർച്ചയായും അത് സാധ്യമാണ്. ആർക്ക് സാധ്യമാണ്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. കൈവിരൽ തുമ്പുകളിൽ, ആ വിരലടയാളങ്ങളിൽ വ്യത്യസ്തതയുണ്ടല്ലോ. 700 കോടി മനുഷ്യന്റെയും, അതല്ല മരിച്ചുപോയ തലമുറകൾ, വരാനിരിക്കുന്ന തലമുറകൾ, എല്ലാവരുടെയും വ്യത്യസ്തമാണല്ലോ. ഈ കൈവിരൽ തുമ്പിലുള്ള രേഖകളെ വ്യത്യസ്തമായി സൃഷ്ടിച്ച തമ്പുരാനുണ്ടല്ലോ. ആ വ്യത്യസ്തതയോടുകൂടി രണ്ടാമതും അവനെ പുനരുജ്ജീവിപ്പിക്കാൻ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. പർവ്വതങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെക്കാൾ എത്രയോ വലിയ മഹാസൃഷ്ടികളാണ് ഈ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളെ പടച്ച തമ്പുരാനാണോ നിസ്സാരന്മാരായ നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാൻ പ്രയാസം? അതുകൊണ്ട് സംശയം വേണ്ട. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ മാലിക്കാകുന്നു അവൻ. തീർച്ചയായും നമ്മൾ കാര്യങ്ങൾ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാലിക് യൗമുദ്ദീനാണ് തമ്പുരാനെങ്കിൽ നിങ്ങളുടെ ജീവിതം അള്ളാഹുവിനുള്ള ഹംദായി തീരണം. അവിടെയാണ് സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാ എന്ന് തുടങ്ങുന്നത്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ നമ്മുടെ മുമ്പിലുണ്ടാകേണ്ട ചില വശങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. അതിൽ പല ഉപചർച്ചകളുമുണ്ട്. അത് ഓരോന്നും എടുത്ത് വിശകലനം ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് സന്ദർഭങ്ങളിൽ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ആകാവുന്നതാണ്. പക്ഷേ അത്തരം എല്ലാ ചർച്ചകളിലും ഏർപ്പെടുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ ഉണ്ടാവേണ്ട പ്രവാചകനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇന്ന് പറയണം എന്നുദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രവാചകൻ മനുഷ്യനാകുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ മനുഷ്യനാകുന്നു എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാധാന്യം കുറക്കുന്ന ഒരു പ്രയോഗമല്ല. പകരം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എങ്ങനെയാണ് എന്ന് ഞാൻ പിന്നീട് പറയാം. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയുള്ള ഒരു മനുഷ്യനാണോ പ്രവാചകൻ? പ്രവാചകനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെ പ്രവാചകനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിവരമുള്ള സദസ്സിലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ പല തലത്തിലുള്ള ആളുകളും കേൾക്കാനിടയുള്ള ഒരു സദസ്സിൽ അതിന്റെ അപ്പുറവും ഇപ്പുറവും പരിഗണിക്കാതെ പ്രവാചകനെ ഒരു സാധാരണ മനുഷ്യൻ എന്നാരെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയോ ഈ പറഞ്ഞ ആള് പിന്നീട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഇതിൽ കുടുങ്ങി ഇതിൽ തടഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടക്കാതെ പോവുകയോ ചെയ്യുമെങ്കിൽ സംസാരിക്കുന്നവർ സൂക്ഷ്മതയോടെ സംസാരിക്കണം എന്ന് അപ്പം നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ സാധാരണ മനുഷ്യൻ, നമ്മളിപ്പോൾ നമ്മളെ പറ്റിയൊക്കെ പറയും കുറെ സാധാരണക്കാരായ ആളുകളാണ് വന്നത്. ഈ പ്രയോഗത്തിന് വലിയ അർത്ഥമുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയണം, ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സാധാരണക്കാരായ കുറെ ആളുകളാണ് വന്നത് എന്ന് പറഞ്ഞാൽ എലൈറ്റ് പീപ്പിൾ എന്ന് നമ്മൾ പറയുന്ന ഗണത്തിൽപ്പെട്ടവരാരും വന്നില്ല എന്നായിരിക്കാം ഒരു പക്ഷേ ആ പറഞ്ഞവൻ ഉദ്ദേശിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പരിശോധനാ വിധേയമാക്കിയാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ശാസ്ത്രീയമായ ഒരു വിശകലനത്തിന് ഓരോ മനുഷ്യരെയും വിധേയമാക്കിയാൽ എല്ലാവരും അസാധാരണത്വമുള്ളവരാണ്. എന്റെ കയ്യിന്റെ വിരലിന്റെ തുമ്പ് പോലെ വിരലിന്റെ അഗ്രമുള്ള ഒരാളും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ 600 കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ 1200 കോടി കൈകളുണ്ടാകും. അപ്പൊ 1200 കോടി കൈകളും വ്യത്യസ്തമാണ്. ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണത്. ഇത് തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അതെ, നിങ്ങളുടെ വിരൽ തുമ്പുകളെ രൂപകൽപ്പന ചെയ്യാൻ നാം കരുത്തുള്ളവനാണ്, കഴിവുള്ളവനാണ്. അന്ന് അവർക്ക് അതിന് എന്താ അർത്ഥമാണ് മനസ്സിലായത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് നമുക്ക് അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ടും ബോധ്യമുണ്ട്. ഇതൊരു വിരൽ തുമ്പിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് ഒരാളുടെ കണ്ണ് പോലെ കണ്ണുള്ള വേറൊരാൾ ലോകത്തില്ല. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ടുകളിലൊക്കെ ഇമിഗ്രേഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണിന്റെ ക്യാമറ ഉപയോഗിച്ചുള്ള ഫോട്ടോ എടുക്കുന്നത്. വലിയൊരു രേഖയാണത്. ഒരാളുടെ കണ്ണും വേറൊരാളുടെ കണ്ണു പോലെയല്ല. നമ്മളുടെയൊക്കെ മുടി, ഒരു ആളുടെ തലയിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ മുടിയുണ്ടെങ്കിൽ അത്രയും മുടി ഓരോന്നും വ്യതിരിക്തമാണ് എന്നാണ് പറയുന്നത്. പടച്ച തമ്പുരാന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് പറയലല്ല ഇപ്പൊ എന്റെ ഉദ്ദേശം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗന്ധമുണ്ട്. എത്ര സ്പ്രേ പൂശിയാലും എത്ര കുളിച്ചാലും ഉപയോഗിക്കുന്ന സോപ്പിന്റെയോ പൂശിയ സ്പ്രേയുടെയോ ഗന്ധത്തെ അതിജയിക്കുന്ന ഒരു ഗന്ധം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പോലീസ് നായയെ ഉപയോഗിച്ച് തെളിവെടുക്കുന്നത് ആ ഗന്ധം ഉപയോഗപ്പെടുത്തിയാണ്. അപ്പൊ ഞാനെന്തിനാണ് ഇപ്പൊ ഇനിയും വേറെയും വ്യത്യാസങ്ങളുണ്ട്. എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ആരും സാധാരണക്കാരല്ല. നമ്മൾ ഓരോരുത്തരും അസാധാരണത്വമുള്ളവരാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ മാതാവിനെയും പിതാവിനെയും കുറിച്ച് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നേരിട്ട് സൃഷ്ടിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ മാതാവിനെ പറ്റി മാത്രമേ നമുക്കറിയൂ. പിതാവിന്റെ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു ഏറ്റെടുത്തതാണ്. അല്ലാഹുവിന്റെ ഒരു അമാനുഷികമായ ഒരു ദൃഷ്ടാന്തമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരെ പറ്റിയും പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെ കുറിച്ചും നമ്മൾ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. മാതാപിതാക്കളുടെ സന്തതികളായി ജനിച്ചതാണ്. ഒരു പിതാവുണ്ട്, ഒരു മാതാവുണ്ട്, മനുഷ്യ സഹജമായ പ്രകൃതമുണ്ട്. ഈ ഗണത്തിൽ പ്രവാചകന്മാരും സാധാരണ മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ അസാധാരണത്വം നിഷേധിച്ചുകൊണ്ടല്ല ഈ പ്രസ്താവന നടത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ മനുഷ്യപ്രകൃതിയിൽ 100% മനുഷ്യരാണ്. അങ്ങനെ മനുഷ്യരായിരിക്കണം പ്രവാചകന്മാർ എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷരി യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മനുഷ്യനാണ്, പക്ഷേ മറ്റു മനുഷ്യരെ പോലെയല്ല.
യാക്കൂത്ത്, രത്നം, വൈരം എന്നൊക്കെ പറയുന്നത് കല്ലാണ്. അത് നമ്മുടെ ഇവിടെ ഈ റോഡരികിൽ കിടക്കുന്ന ഒരു കല്ല് പോലെയല്ല. അപ്പൊ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? വ്യത്യാസം പക്ഷേ നമ്മൾ പറഞ്ഞ് വർദ്ധിപ്പിച്ച് പെരുപ്പിച്ച് ഉണ്ടാക്കേണ്ട ഒന്നല്ല. വ്യത്യാസം അള്ളാഹു പറഞ്ഞതുപോലെ അംഗീകരിക്കുകയാണ് അള്ളാഹുവിന്റെ അടിയാറുകൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം നമുക്കൊക്കെ അറിയാം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഖുൽ, പ്രവാചകരെ താങ്കൾ പറ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണത്. അങ്ങനെ പരിമിതപ്പെടുത്താനാണ് ആ വാക്ക് പ്രയോഗിക്കുക. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യരെ അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ് എന്നാണ്. അത് പരിമിതപ്പെടുത്താൻ പ്രയോഗിക്കുന്നതാണ്. അപ്പൊ ഇന്നമ എന്നിട്ട് പറയുകയാണ് ഇന്നമ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ എന്താ പിന്നെ വ്യത്യാസം? യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എനിക്ക് വഹി ലഭിക്കുന്നു, അതാണ് വ്യത്യാസം. അപ്പൊ എനിക്ക് വഹി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അസാധാരണമായ അറിവിന്റെ സകല കലവറകളും ഞാൻ ഉടമപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കണ്ട. അതുകൊണ്ട് എനിക്ക് വഹി ലഭിക്കുന്ന കാര്യം എന്തെന്നാൽ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെയും എന്റെയും ഇലാഹ് ഏകനായ ഇലാഹാണ്. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഇലാഹ് ഏകനായതുകൊണ്ട് എന്താണ് വിശേഷം? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ ആ നാഥനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പൊ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? നാളെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന അവസ്ഥ ഒരു മനുഷ്യൻ എങ്ങനെ ആർജിക്കാനാവും? ഇതൊക്കെ മനുഷ്യരുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഞാൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് വന്ന അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മനുഷ്യരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പക്ഷെ പ്രവാചകന്മാർ മനുഷ്യരായിട്ട് വന്നപ്പോ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാർ വന്നപ്പോ ആ അതത് ജനത പറഞ്ഞത്, ഇയാൾ ഇതെന്ത് പ്രവാചകനാണ്, മാലി ഹാദർ റസൂലി യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഇയാൾ എന്ത് നബി, ഇയാൾ ഞങ്ങളെ മാതിരി അങ്ങാടിയിൽ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇയാൾക്ക് ഒരു മാനുഷിക സംഭവം ഉണ്ടാകുന്നില്ലല്ലോ. ഇത് പൊതുവെ ഒരു മനഃശാസ്ത്രമാണ്. ഈ മനഃശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ കുറച്ച് ആയത്തുകൾ വേണമെങ്കിൽ ഓതി കേൾപ്പിക്കാം, വായിച്ചു കേൾപ്പിക്കാം. സൂറത്തുൽ ഇസ്രായിൽ 90 മുതൽ ഇങ്ങോട്ടുള്ള സൂക്തങ്ങൾ ജനസമൂഹം പ്രവാചകനെ സംബന്ധിച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയിൽ നിന്ന് തന്നെ അഭിമുഖീകരിച്ച ചോദ്യങ്ങളാണ്. അവരുടെ മനോഗതമാണ്, പ്രവാചകനെ കുറിച്ചുള്ള ഒരു മനോഗതം. എന്താണ് അവർ പറയുന്നത്? ഖാലു ലൻ നുഅ്മിനു ലക വഖാലു ലൻ നുഅ്മിനു ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. അവർ പറഞ്ഞു, താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഒഴുക്കണം. ഒരു അസാധാരണമായ ഒരു ഉറവ, സംസം കിണറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഉറവ ഭൂമിയിൽ നിന്ന് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴുക്കണം, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കൂല. എന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ പറയണം ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അല്ലെങ്കിൽ താങ്കൾ ഭൂമിയിൽ ഒരു വലിയ തോട്ടമുണ്ടാക്കണം. ആ ഈത്തപ്പന നഖീൽ അഥവാ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും വലിയ തോട്ടം. വതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, എന്നിട്ട് അതിന്റെ നടുവിലൂടെ വലിയ മനോഹരമായ നല്ല ഒരു അരുവി, ഒരു പുഴ ഒഴുകണം. ഔ തുസ്കിത സമാഅ കമാ സഅംത അലൈനാ കിസഫൻ, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നീ വാദിക്കുന്നത് പോലെ ഒരു ഭാഗം പൊട്ടിപ്പിളർന്ന് ഞങ്ങളുടെ മേലെ വീഴണം. അപ്പോ റസൂല് പറയുന്നു ഇദസ്സമാഉൻ ശക്കത്ത്, അങ്ങനൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, ഇദന്നുജൂമുൻ ഗദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, ഇദശംസു കുവ്വിറത്ത്, അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിലുണ്ടല്ലോ. ഇവർ വിചാരിച്ചതൊക്കെ ഇപ്പൊ നടക്കണം. അല്ലെങ്കിൽ എന്താകണം? ആകാശം ഒരു ഭാഗം പിളർന്ന് ഞങ്ങളുടെ മേലെ വരണം. അതല്ലെങ്കിൽ ഔ തഅ്തിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ നീ അള്ളാഹുവിനെയും മലക്കുകളെയും ചെറു സംഘങ്ങളായിട്ട് ഹാജരാക്കണം. അള്ളയും കുറച്ച് മലക്കുകളും
പിന്നെ അള്ളയും വേറെ കുറച്ച് മലക്കുകളും, ഇങ്ങനെ കബീല വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് അള്ളാഹുവും മലക്കുകളും ഹാജരാകണം. വിശുദ്ധ ഖുർആൻ പറയാൻ പ്രവാചകനോട് ഈ ജനത ആവശ്യപ്പെട്ടതിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. എന്നിട്ട് അതുകൊണ്ടും തീർന്നില്ല. അല്ലെങ്കിൽ താങ്കൾക്ക് സ്വർണത്തിന്റെ ഒരു കൊട്ടാരമുണ്ടാകണം. ഔ തെർക്കാ ഫിസ് സമ, അല്ലെങ്കിൽ താങ്കൾ ആകാശത്തിലേക്ക് കയറിപ്പോകണം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ? വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു. ഞാൻ ആകാശത്തേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വന്നാൽ പോരാ. താങ്കൾ ആകാശത്തിലേക്ക് കയറി എന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു കിതാബുമായിട്ട് തിരിച്ചു വരണം. അല്ലാതെ പോയി എന്ന് പറഞ്ഞാൽ പോരാ. പോയിട്ട് വരുമ്പോൾ ഒരു കിതാബ് വേണം. ആ കിതാബ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കിതാബാകണം. ഇങ്ങനെയൊക്കെയാണ് പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ അമാനുഷിക സംഭവങ്ങളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ആയത്ത് മുഴുവൻ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് രണ്ട് നിഗമനങ്ങളിലെത്താൻ പറ്റും. ഒന്ന്, മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുന്നവരിൽ നിന്ന്, പൊതുഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യർ ദൈവത്തിന്റെ പ്രതിനിധിയായി എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ നിന്ന് അമാനുഷികവും അത്യസാധാരണവുമായ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്ന്. പക്ഷെ എല്ലാം അത്ഭുതങ്ങളല്ല. ഔ യകൂന ലക ജന്നത്തും മിൻ നഖീലിൻ, അല്ലെങ്കിൽ താങ്കൾക്ക് വലിയൊരു തോട്ടമുണ്ടാകണം. ഔ യകൂന ലക ബൈത്തുൻ മിൻ സുഹ്റുഫിൻ, അല്ലെങ്കിൽ താങ്കൾക്ക് സ്വർണത്തിന്റെ കൊട്ടാരം വേണം. ഇതിലൊന്നും ഒരു അമാനുഷികതയില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ പിന്നെ ആത്മീയ പരിവേഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നവർ അസാധാരണമായ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വക്താക്കളാകണം. നമ്മുടെ സമൂഹത്തിൽ ആൾ ദൈവങ്ങളെ നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. എന്തൊക്കെയോ തട്ടിപ്പ് കാട്ടിയിട്ട് കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം ഇന്നങ്ങോട്ട് വികസിച്ചാൽ പിന്നെ ഒരു ആത്മീയതയും വേണ്ട. ഈ ഭൗതികതയുടെ നിറവിൽ അവർ ആരാധിക്കപ്പെടും, അവർ ആദരിക്കപ്പെടും. പൗരോഹിത്യ പരിവേഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന മതപണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിലുണ്ടെങ്കിൽ അവരെ പോലും നിങ്ങൾക്ക് ഈ മാനദണ്ഡത്തിൽ വിലയിരുത്താവുന്നതാണ്. അവർ ഒന്നുകിൽ ഇവർ അത്ഭുതം കാണിക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ ആത്മീയതയുടെ നിറവിലാകണം, അല്ലെങ്കിൽ ഇവർ ഭൗതികതയുടെ തികവിലാകണം. അല്ലാതൊരു സാധാരണക്കാരൻ പറ്റില്ല. ഇയാൾ എന്ത് നബി അങ്ങാടി കൂടി നടക്കും? ഞങ്ങളൊക്കെ നടക്കും പോലെ മൂപ്പര് നടക്കാം. മൂപ്പരുടെ ബെൻസ് കാറിൽ പോവുകയാണെങ്കിൽ അയാളൊരു ആത്മീയ ആദരവ് അംഗീകരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ജനം ചിന്തിക്കുന്നത്. ഇത് ഇന്ന് ചിന്തിക്കുന്നതല്ല, എന്നും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടത്തിലെ ആത്മീയാചാര്യന്മാരെ ഇങ്ങനെ ഭൗതികതയുടെ ഏറ്റവും വലിയ ആളുകളായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അതാണ് മതപ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ. ഖബറിലെ ആദ്യ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾക്ക് ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാർ ദീനുൽ ഇസ്ലാമിനെ പറ്റി ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പ്രസംഗത്തിന് നടക്കുന്നതിന് ഖബറിലെ ആദ്യ രാത്രി വരണമെങ്കിൽ തന്നെ 50,000 രൂപ വേണം. ഖബറിലെ മുഴുവൻ രാത്രിയും കൂടി ഇവർ പറയണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ഉറപ്പ് കിട്ടി വരും. അപ്പൊ ഇത്രയും വലിയ നിരുത്തരവാദപരമല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും നന്ദി വാക്കും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒരു ശമ്പളം പറ്റുന്നതിനെ നമുക്ക് എതിർക്കാൻ പറ്റൂല. അത് മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇതല്ലല്ലോ. ഇത് വലിയ ഫ്ലക്സുകളും വലിയ പ്രചാരണങ്ങളും വലിയ ഹാവഭാവങ്ങളും മൊത്തം അത് മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ അവർക്ക് നമുക്ക് അത്തരം ആളുകൾക്ക് നമുക്കൊരു ആദരവ് കൊടുക്കാൻ കഴിയുന്നത് അവർ ഭൗതികതയുടെ, പ്രൊഫഷണലിസത്തിന്റെ, സമ്പത്തിന്റെ, പ്രചാരവേലകളുടെ മികവിലെത്തുമ്പോഴാണ്. ഇതെല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ അറിയണം. ആൾ ദൈവങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ സ്വാധീനമുണ്ടായത് അവർ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മറ്റും നടത്തുന്നവരായി മാറിയപ്പോഴാണ്. അപ്പൊ ഒന്നുകിൽ അത്ഭുതങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ പണം അതിനു മാത്രം വേണം. അത് രണ്ടുമാണ് ഇവിടെ ഈ സൂറത്തിൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഇങ്ങനെ ആളുകൾ വിചാരിച്ചിട്ടുണ്ട് എക്കാലത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ഈ ചർച്ച തീർന്നില്ല. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾക്ക് സ്വർണത്തിന്റെ കൊട്ടാരം വേണം, അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് കയറിപ്പോകണം. അങ്ങനെ കയറിപ്പോയി എന്ന് പറഞ്ഞു വന്നാൽ പോരാ, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥവുമായിട്ട് തിരിച്ചു വരണം. ഇതെല്ലാം കേട്ട ശേഷം എന്താണെന്നറിയോ അള്ളാന്റെ മറുപടി? അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്തും ചെയ്യാൻ കഴിവുള്ളവനല്ലേ? അള്ളാഹ്ക്കൊരു കഴിവുകേടില്ലല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാ പിടിച്ചോ ഒരു 4 എണ്ണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? അങ്ങനെയല്ല ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ വിശേഷിപ്പിച്ചാൽ പ്രവാചകൻ വന്ന ദൗത്യം എന്തോ ആ ദൗത്യം നടക്കില്ല. അതാണ്
അതുകൊണ്ട് എന്താണ് ഈ ചർച്ച? നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുസാഫ് എടുത്തിട്ട് ഈ ഭാഗം ഓതി നോക്ക്. സൂറത്തുൽ ഇസ്രായിൽ 90 മുതൽ ഇങ്ങോട്ട് താഴോട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിന് പറയുന്ന മറുപടി? എല്ലാം കേട്ട ശേഷം കുൽ, പ്രവാചകരെ താങ്കൾ പറ, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്തായി പറയണത്? ഞാനൊരു മനുഷ്യനായ ദൂതനല്ലേ? നിങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ആവശ്യപ്പെട്ടാൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ? ഇങ്ങനെയാണ് ആ ചർച്ച അല്ലാഹു അവസാനിപ്പിച്ചത്. എന്നിട്ട് പറയാണ്, അതാണ് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ഭാഗം, വമാ മനഅ അന്നാസ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദ. സന്മാർഗവുമായിട്ട് ദൂതന്മാർ വന്നപ്പോൾ ഒരു ജനതയിലും ഒരിക്കലും തന്നെ അവരുടെ ഇടയിൽ നിന്ന് ഒരു ഉയരാതിരുന്നിട്ടില്ല. എല്ലാ ജനങ്ങളും എന്നും പറഞ്ഞു പോന്ന കാര്യം അബഅസല്ലാഹു ബശറർ റസൂല, അള്ളൊരു മനുഷ്യനാണ് അയച്ചത്. അപ്പൊ പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്ന് കേൾക്കുന്നത് ആ ജനങ്ങൾക്ക് അസഹ്യമായിരുന്നു. പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അവർ തീരെ തന്നെ ഉൾക്കൊണ്ടിരുന്നില്ല. അമാനുഷികതകൾ കാട്ടുന്ന അത്ഭുത സിദ്ധിയുള്ള ഒരു കേന്ദ്രമാകണം ഞങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നവൻ എന്ന് എക്കാലത്തും ജനം വിചാരിച്ചിരുന്നു എന്നാണ്. എല്ലാ ആശങ്കകൾക്കും കൂടി മറുപടി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയാൻ, പ്രവാചകരെ താങ്കൾ പറ, ഈ ഭൂമിയിൽ വളരെ ശാന്തഗംഭീരമായിട്ട് നടക്കുന്ന മാലാഖമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവരുടെ മേലെ ആകാശത്തിൽ നിന്ന് ഒരു മലക്കിന് നാം ഇറക്കി കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടൊരു മലക്കായില്ല നബി എന്ന ചോദ്യത്തിന് അള്ളാന്റെ മറുപടി, ഇത് മലക്കുകളിലേക്കല്ല വന്നിട്ടുള്ളത്, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക്, അതാണ് ദൂതൻ. അപ്പൊ പ്രവാചകന്മാർ മനുഷ്യരാകുന്നു എന്ന് സ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലം വിനിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് സ്ഥലത്ത് ഈ പരാമർശം നമ്മൾ കാണുന്നതാണ്. അപ്പൊ മനുഷ്യനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യർക്ക് മാതൃകയാകാൻ വേണ്ടി അല്ലാഹു അയച്ചതാണ്. മനുഷ്യർക്ക് മാതൃകയാകാൻ വേണ്ടി ഷഹീദ് എന്ന ഒരു ഷാഹിദ് എന്ന് പറയുന്ന ഒരു പണിയുണ്ട്, സാക്ഷിയാവുക. യകൂന റസൂലു അലൈക്കും ഷഹീദൻ എന്ന് പറയുന്നത്, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരുന്നു ജീവിതം കൊണ്ട്. ആ സാക്ഷ്യം മനുഷ്യരല്ലാത്ത ഒരാൾക്കും നിർവഹിക്കുക സാധ്യമല്ല. മനുഷ്യരല്ലാത്ത വല്ലവരും അങ്ങനെ ഒരു സാക്ഷ്യം നിർവഹിച്ചാൽ അത് ജനതക്ക് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും കഴിയില്ല. ആ സാക്ഷ്യം കൊണ്ടും ആ സാക്ഷി കൊണ്ടും ആ ദൂതനെ കൊണ്ടും ഒരു പ്രയോജനവും മനുഷ്യർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ മനുഷ്യരാണ്. എന്താണ് വ്യത്യാസം? അവർക്ക് വഹ്യ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിനെ മാത്രം അവലംബിച്ചാണ്. വേറെ ഒരു അറിവിന്റെ വഴിയും സാധാരണഗതിയിൽ മനുഷ്യർക്കില്ല. പ്രവാചകന്മാർക്ക് 3 വഴിയെ അറിവ് ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒന്ന്, വഹ്യിലൂടെ ലഭിക്കും, ഒരു ദൂതൻ മുഖാന്തിരമുള്ള വഹ്യ്. ജിബ്രീൽ മുഖേന നബിക്ക് ഖുർആൻ ലഭിച്ചതുപോലെ. രണ്ടാമത്തേത് അശരീര്, മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായതുപോലെ അശരീരുകളിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഇൽഹാം, ഇൽഖാ എന്നൊക്കെ പറയുന്ന രീതിയിൽ ദിവ്യ വെളിപാടുകൾ, അവരുടെ മനസ്സിൽ ബോധോദയം അങ്ങനെ ഉണ്ടാകും. റസൂലിന് ഈ 3 രീതിയിലുള്ള വഹ്യും ലഭിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് വേറൊരു ചർച്ചയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, പ്രവാചകന്മാർ മനുഷ്യരാണ്. മനുഷ്യരായി തന്നെ അവരെ കാണണം. മനുഷ്യൻ എന്ന നിലക്ക്, മനുഷ്യരിലെ കുറ്റമറ്റ മനുഷ്യരെന്ന നിലക്ക് അവരെ നമ്മൾ ആദരിക്കണം. അതിനപ്പുറമുള്ള ഒരു ആദരവ് നമ്മൾ അവർക്ക് നൽകാൻ പോകുമ്പോൾ, അതിനപ്പുറമുള്ള കഥകൾ അവരുടെ പേരിൽ പ്രചരിപ്പിക്കുമ്പോൾ, അതിനപ്പുറമുള്ള പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടുമ്പോൾ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എന്താണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അതിലേക്ക് ഈ പ്രവാചകനെ കൂടി ഉയർത്തുക എന്ന അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പ്രവാചകനെ വർണ്ണിച്ച് വിശദീകരിച്ച് സമർപ്പിച്ച് മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മുകളിലോട്ട് ഉയർത്താനുള്ള ബോധപൂർവമോ അല്ലാതെയോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കാണാവുന്നതാണ്. അത് വളരെയധികം തിരുത്തപ്പെടേണ്ട ഒരു തെറ്റാണ്. പ്രവാചകന്മാർ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ ചെറുതാക്കലല്ല, അത് പ്രവാചകന്മാരുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം ഉള്ളതുപോലെ പറയലാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോ, ഫിനാ നബിയ്യുൻ യഅലമു മാ ഫി ഗദി, ഞങ്ങളിൽ ഒരു ദൂതനുണ്ട് നാളത്തെ കാര്യങ്ങൾ അറിയുന്ന. ഞങ്ങളിപ്പോ മുമ്പത്തെ മാതിരിയല്ല. അതാണ് അവരുടെ ഒരു ഫഖർ, അവരുടെ ഒരു അഭിമാനം. അതവരെടുത്തു പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പറയണ്ട, അതിന്റെ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് പറഞ്ഞാൽ മതി, അത് പറയണ്ട. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയും. റസൂലിന് ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ എല്ലാ ഗൈബിന്റെയും കലവറകൾ പൂർണ്ണമായിട്ടും റസൂലിനെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാഹു എന്നല്ല. പ്രവാചകന്മാർ മുതൽ ആരായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അറിയൂ, അറിയിച്ചു കൊടുത്ത അളവിലെ അറിയൂ.
പ്രവാചകന്റെ തന്നെ സ്ഥിതി ഇതാണെങ്കിൽ അതിന് താഴെ നമ്മൾ ഔലിയാക്കൾ എന്നും മറ്റും പറഞ്ഞ് ആദരിക്കുന്നവരിൽ നിന്ന് ഇതിലും വലിയത് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലുകൾ അല്ലാഹുവിന്റെ കൈവശമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലഹു. അത് അവനല്ലാതെ വേറെ ആരും അറിയുകയില്ല. അല്ലാഹുവിന്റെ അത് നമ്മുടെ ഈമാനിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മറഞ്ഞ വഴിക്ക് വിവരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ മുട്ടുന്നു എന്ന് നിങ്ങൾക്ക് സാധാരണമായ ആളുകളുടെ അനുഭവം പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ആരിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്? അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന വളരെ ഒരു വലിയ വഴിയാണത്. ആ വഴിയാണ് അള്ളാഹു അടക്കുന്നത്. ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. പ്രവാചകന്മാർക്കറിയും, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അളവിൽ. കാരണം പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്നുള്ള മനുഷ്യർ തന്നെയാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത് അവർക്ക് നൽകിയിട്ടുള്ള അറിവെന്തോ ആ അറിവേ അവർക്കുള്ളൂ. അതാണ് വഹി ലഭിക്കുന്ന മനുഷ്യൻ. അപ്പൊ വഹി ലഭിക്കുന്ന മനുഷ്യൻ എന്നതാണ് ദിവ്യ വെളിപാടുകളുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിനപ്പുറത്തുള്ള ഒരു അറിവിന്റെ വഴിയിലൂടെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നതാണ് പ്രവാചകന്റെ സ്ഥാനം എന്ന് വരുമ്പോൾ നമുക്ക് പിൻപറ്റാനും പഠിക്കാനും പകർത്താനും എളുപ്പമാണ്. അങ്ങനെ പിൻപറ്റപ്പെടുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ന്യായവാദങ്ങളാണ് ഈ പ്രതിയോഗികൾ ഉന്നയിക്കുന്നത്. അമാനുഷികത കാട്ട് എന്ന്. പക്ഷേ ഇന്ന് മതത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് മതം ആധ്യാത്മികതയുടെ മേഖലയിൽ ഒതുങ്ങി നിൽക്കണം. അപ്പൊ മതം ആധ്യാത്മികതയുടെ മേഖലയിൽ ഒതുങ്ങി നിൽക്കണമെങ്കിൽ പ്രവാചകന്റെ മനുഷ്യത്വപരമായ മുഖം മങ്ങിപ്പോവുകയും പ്രവാചകന്റെ അമാനുഷികമായ ആ ഒരു പ്രകൃതം ഉയർത്തിക്കാണിക്കുകയും ചെയ്യണം. ഇത് ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ബോധപൂർവകമായ ഒരു ഗൂഢാലോചനയാണ്. അങ്ങനെ ചില പുണ്യപുരുഷന്മാർ പ്രതീകങ്ങളായി ഈസ എന്ന് പറയുന്ന ഒരു പുണ്യ ആധ്യാത്മികതയുടെ ഒരു പര്യായം, രാമൻ എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ ഒരു പര്യായം, ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കുള്ളതാണ്. മൂന്നാമത്തെ മതവിഭാഗത്തിനും ഒരു ആധ്യാത്മികതയുടെ പര്യായമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. അദ്ദേഹം അവരുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവാകരുത്. ഇതാണ് അവർ കരുതുന്നത്. ഇതിൽ ഈ ട്രാപ്പിൽ, ഈ അജണ്ടയിൽ, ഈ പ്രചാരവേളകളിൽ കാര്യമറിയാതെ നമ്മുടെ മുസ്ലിം സമൂഹവും പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, പ്രവാചകന്മാർ മനുഷ്യരാണ്. ആ മനുഷ്യൻ എന്ന സ്ഥാനം അവരെ നിർത്താനാണ് ഖുർആൻ ഇത്രയും പണിയെടുത്തത്. അപ്പൊ അള്ളാഹു ഒരു ജനതയുമായിട്ട് ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒരു ജനതയുമായി നിരന്തരമായ സംവാദത്തിൽ ഏർപ്പെട്ട് എന്ത് ബോധമാണോ സ്ഥാപിച്ചത് ആ ബോധത്തെ അട്ടിമറിക്കുന്നതാകരുത് പ്രവാചക സ്നേഹം വഴിതെറ്റിയിട്ട് എന്നുള്ളതാണ് ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ മറ്റു വശങ്ങളെ സ്വയം തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതം എന്ന് പറയുന്നത് ജീവഗന്ധിയായിരിക്കരുത് എന്ന ഒരു വാശിയുണ്ട്. അതിനെപ്പറ്റി ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മതം സാമൂഹിക ജീവിതത്തിലേക്ക് വരുന്നത്, മതം ജനങ്ങളുടെ വികാരത്തെ നിയന്ത്രിക്കുന്നത്, മതം ജനങ്ങളുടെ വിചാരത്തെ രൂപപ്പെടുത്തുന്നത്, മതം ദൈനംദിന ജീവിതത്തിലെ ശരിതെറ്റുകളുടെ ആധാരമായി വർത്തിക്കുന്നത് ഇഷ്ടപ്പെടാത്ത വലിയ ഒരു ജനവിഭാഗമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ അവർ കാണുന്നത് അത്യന്തം അപകടകരം എന്നാണ്. അതൊരു സാധാരണ പ്രക്രിയയല്ല എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലിനെ പരിഹസിച്ചുകൊണ്ട്, സഹാബത്തിനെ പരിഹസിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ച ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങളെ ഈ മുഹമ്മദ് നേതാവ്, നിങ്ങളെ ഈ നേതാവ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, നിങ്ങളെ മര്യാദക്കൊന്ന് മൂത്രമൊഴിക്കാൻ സംഭവിക്കും മുപ്പര് വേണം. ആ കണ്ടതിനെ മുഴുവൻ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയിൽ ഏകനായ ദൈവത്തിനാക്കണം പൂജ എന്ന് പഠിപ്പിക്കല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അത് അവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്, നിങ്ങൾ മര്യാദക്കൊന്ന് മൂത്രമൊഴിക്കാൻ സമ്മതിക്കോ? അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ടും കുറെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഈ സഹാബികൾ, വഹാബിമാരിൽപ്പെട്ട ഈ ആളുകൾ പ്രതികരിച്ചു അവരോട്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് ഇരുന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്നിടത്തോളം ഇരുന്ന് മൂത്രമൊഴിക്കണം. ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് മൂത്രത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതിന് തടസ്സമാകുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കാവുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇരുന്ന് മൂത്രമൊഴിക്കണം. ഇരുന്ന് മൂത്രമൊഴിച്ചതിന് ശേഷം നിങ്ങൾ കഴുകി ശുദ്ധിയാക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയക്ക് ഇടത് കൈ ഉപയോഗിക്കണം. വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ കല്ലുപയോഗിക്കണം.
കല്ല് ലഭ്യമാകാതെ വന്നാൽ ഉണങ്ങിയ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഉണങ്ങിയ കാഷ്ടം, അസ്ഥി അഥവാ എല്ല് പോലെയുള്ള സാധനങ്ങൾ ഈ ശുദ്ധീകരണ പ്രക്രിയക്ക് ഉപയോഗിച്ചുകൂടാ. കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടോ നേരെ ഇരുന്നു കൊണ്ടോ നേരെ പുറംതിരിഞ്ഞുകൊണ്ടോ മലമൂത്ര വിസർജനം നടത്തരുത്. അപ്പൊ നിങ്ങൾ നോക്കൂ, മലമൂത്ര വിസർജനം എന്ന് പറയുന്ന ഈ ഒരു നിസ്സാരമായതും ഒരു മതവും ഇടപെടേണ്ടതില്ലാത്തതുമായ കാര്യത്തിൽ ഇത്രയും നിർദ്ദേശങ്ങൾ ഈ നേതാവ് നൽകിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു നേതാവിന്റെ കീഴിൽ അത്തരം അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജനത രൂപപ്പെട്ടു വരുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികൾ ഭയപ്പെട്ടത്. അങ്ങനെ രൂപപ്പെട്ടു വന്നാൽ ആ പ്രവാചകനും ഈ ജനതയും തമ്മിലുള്ള ആ ഒരു വൈകാരിക ബന്ധത്തിൽ നിന്ന് ഈ ജനതയെ പിന്നീട് മോചിപ്പിച്ചെടുക്കുക സാധ്യമല്ല. അതാണ് ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ചെരുപ്പ് ധരിക്കുമ്പോൾ വലുത് നമ്മൾ ആദ്യം മുന്തിക്കുന്നു. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിനൊരു ശീലമുണ്ടല്ലോ. ഈ ശീലം എവിടെ നിന്ന് വന്നതാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിസ്സാരങ്ങളായ സമ്പ്രദായങ്ങളിൽ വരെ, ജീവിതത്തിന്റെ സ്വകാര്യ വേളകളിൽ വരെ ഈ പ്രവാചകൻ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ജീവഗന്ധിയാണ്, അത്രയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതും ജീവിതം തന്നെയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ആ ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് പ്രവാചകനെ ഉയർത്തി മാറ്റാനുള്ള ശ്രമം എന്നതാണ് ഇതിന്റെ ഒരു വശം. രണ്ടാമത്തെ വശം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചത് തന്നെ, അള്ളാഹുവിനെ വിറ്റുകാശാക്കാൻ പറ്റൂല. അള്ളാഹുവിനെ എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും അതൊരു വരുമാന മാർഗമാക്കാൻ സാധ്യമല്ല. അതേസമയം പ്രവാചകനാണ് അപ്രമാദിത്വം നൽകപ്പെടുന്നതെങ്കിൽ അതിന് വരുമാനത്തിന്റെ പല സാധ്യതകളുമുണ്ട്. ആത്മീയത ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇന്ന് നമ്മുടെ കമ്പോളത്തിൽ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ സ്വഭാവങ്ങളും ശീലങ്ങളുമാണ്. ഇഖ്ലാസുള്ള ആളുകൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ ശരിയായ അറിവില്ലാതാവുകയും ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പല അബദ്ധത്തിലും ചെന്നു ചാടും. അങ്ങനെ പാമര ജനങ്ങൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ അന്തസ്സ് ചോർത്തിക്കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള കെണികളിലും വലകളിലും ചെന്നു ചാടുമ്പോഴാണ് പ്രവാചകനെ മനുഷ്യനെന്ന നിലക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ മറ്റു തലങ്ങളിലേക്ക് പോകണം എന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹുവും മലായികത്തും റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. അപ്പൊ റസൂൽ ആരാന്നാ നിങ്ങൾ വിചാരിച്ചത്? ഒരാൾ പറയണം എന്ന് വിചാരിക്കുക, റസൂൽ ആരാന്നാ നിങ്ങൾ വിചാരിച്ചത്? അള്ളാഹു വരെ സലാത്ത് ചൊല്ലുന്ന വ്യക്തിത്വത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെ കേട്ട കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. ഓരോ കാര്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതേത് സൂറത്തിലാണ്? സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. അതേ അധ്യായത്തിൽ 5-10 ആയത്ത് അപ്പുറത്തേക്ക് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. അല്ലാഹ് മാത്രമല്ല, വ മലായികതുഹു, അവന്റെ മലക്കുകളും, ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ പേരിൽ മാത്രമല്ല സലാത്ത് ചൊല്ലുന്നത്, നമ്മുടെ ഒക്കെ പേരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സലാത്ത് ചൊല്ലുന്നു എന്ന് അതേ സൂറത്തുൽ അഹ്സാബിൽ ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ നിന്ന് ഒന്നടർത്തിയെടുത്ത് അതിന്റെ മറവിൽ അല്ല പ്രവാചകനെ നമ്മൾ ആദരിക്കേണ്ടത്. പ്രവാചകനെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള അധ്യാപനങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ചിന്തിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് വളരെയധികം സമ്പത്തും സമയവും ബുദ്ധിയും പ്രയോജനപ്പെടുത്തി പടുത്തുയർത്തേണ്ട, കെട്ടിപ്പടുക്കേണ്ടുന്ന ഒരു പദ്ധതിയാണ് ഈ റസൂൽ അവതരിപ്പിച്ചത്. ഈ പദ്ധതി പ്രയോഗതലത്തിൽ വന്നാൽ എങ്ങനെയാകുമെന്ന് 23 കൊല്ലക്കാലം കൊണ്ട് റസൂലുള്ള നമുക്ക് അതിന്റെ ഒരു മോഡൽ പ്രാക്ടിക്കൽ തലത്തിൽ കാണിച്ചു തന്നിട്ടുമുണ്ട്, പ്രായോഗിക തലത്തിൽ കാണിച്ചു തന്നിട്ടുമുണ്ട്. ആ പദ്ധതി ഏറ്റെടുക്കാൻ, ആ പദ്ധതിയുടെ പ്രയോഗവൽക്കരണത്തിൽ പണിയെടുക്കാൻ നമുക്ക് സമയമുണ്ടോ, നമുക്ക് ഒഴിവുണ്ടോ, നമ്മളതിന് സന്നദ്ധമാണോ? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തവർ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തോന്നാത്തവർ, റസൂലിനെ പറ്റി ആര് എന്ത് പറഞ്ഞാലും അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തണുപ്പ് കൊണ്ട് പുറപ്പ് മാറ്റി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാൾ അതിനകത്ത് കിടന്നിട്ട് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് മദ്ഹ് പറയുന്നത് പോലെയുള്ള മദ്ഹ് മാത്രമാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ പൊതുവായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കണം. എന്നിട്ട് വളരെ കൃത്യവും ബുദ്ധിക്കും യുക്തിക്കും പ്രമാണത്തിനും ബോധ്യപ്പെടുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്യണം.
ആ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെടുകയും വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെയും അനുഷ്ഠാന രീതികളെയും അതിന്റെ ചൈതന്യത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളും വീഴ്ചകളും റഹ്മാനും റഹീമുമായ റബ്ബ് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും നമ്മോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെപ്പറ്റി, ആ നിഅമത്തുകളിൽ, ആ അനുഗ്രഹങ്ങളിൽ ഓരോ മനുഷ്യനും നന്ദി കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പൊതുവായി ഉണർത്തുന്ന കുറെ ഖുർആൻ സൂക്തങ്ങൾ നമുക്കൊക്കെ പരിചയമുണ്ട്. അക്കൂട്ടത്തിൽ ചില കാര്യങ്ങളെ പടച്ച തമ്പുരാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിഷയത്തിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനും താൻ എല്ലാത്തിനും പോന്നവനാണ് എന്ന അഹങ്കാരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിനീത വിധേയനായ ഒരു ദാസൻ എന്ന തലത്തിലേക്ക് നമ്മെ ഇറക്കിക്കൊണ്ടുവരുന്നതിനും ഖുർആൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ചില പ്രസ്താവനകൾ ചില സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കും. അത് ഏത് കാര്യവും അങ്ങനെയാണ്. അസുഖത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു മാരകമായ രോഗം പിടിപെടുന്നതിനെ സംബന്ധിച്ച് നമ്മളോടൊരാൾ പ്രസംഗിച്ചാൽ നമ്മളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കുന്നിടത്തോളം നമ്മുടെ ചിന്ത, പാവം, ഒന്നുകിൽ ഈ പറയുന്നവൻ അതിശയോക്തി വെച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയും കുറച്ച് ആളുകൾ രാജ്യത്തുണ്ടല്ലോ, നേർക്കുനേരെ നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്കത് തോന്നുകയില്ല. പൊതുവെ താക്കീതുകളുടെയും മുന്നറിയിപ്പുകളുടെയും ഒക്കെ അതിനോടൊക്കെയുള്ള സമൂഹത്തിന്റെ, മനുഷ്യരുടെ സമീപനം പൊതുവെ ഈ ഒരു വിധത്തിലാണ്. പക്ഷെ ചില സന്ദർഭത്തിൽ ചിലത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തി ചിന്തിപ്പിക്കും. എനിക്ക് തോന്നുന്നു വെള്ളത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും കുറെ അധികം ഗൗരവത്തോടെ സമൂഹം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയോളം 6 മാസത്തോളം മഴ വർഷിക്കുന്ന കേരളം തന്നെ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പത്രങ്ങളും ചാനലുകളുമൊക്കെ ശ്രദ്ധിച്ചാൽ സജീവമായ ഒരു വിഷയം, പല വിഷയങ്ങളിൽ ഒരു വിഷയം, വെള്ളമില്ലായ്മ കൊണ്ട് ജനം അനുഭവിക്കുന്ന കെടുതികളും ദുരന്തങ്ങളുമാണ്. ധാരാളമായിട്ട് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ സ്ഥിതിയാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വശത്തിൽ അതിലൂടെ മനസ്സിലാക്കേണ്ടുന്ന ചില ലളിതമായ യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് സഹായകമാകുന്ന ചില ഘടകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കുറഞ്ഞ നേരത്തെ ഈ സംസാരത്തിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ ഒരു സൂക്തം നമുക്ക് കാണാം. നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗം വേറൊരു വിഷയമാണ്. ആകാശവും ഭൂമിയുമൊക്കെ ഒട്ടിച്ചേർന്ന് നിലകൊള്ളുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നാം അതിനെ രണ്ടായി വിഭജിച്ചു, വേർപ്പെടുത്തി. ഫഫതഖ്നാഹുമ കാനത്താ റത്ഖൻ ഫഫതഖ്നാഹുമ എന്ന് ആകാശഭൂമികളെ, അത് ഭൂമിയുടെ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ചുള്ള മറ്റൊരു ചർച്ചയിലേക്ക് വെളിച്ചം വീശുന്ന വേറൊരു വിഷയമാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു, എല്ലാ ജീവികളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് നാം ആക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മാത്രമല്ല,
ജീവികളുടെ ഉത്ഭവത്തിന്റെ നിദാനവും കൂടിയാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നാണ്. അപ്പൊ നിഷേധികളായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, തനിക്ക് താൻ പോന്നവനാണ്, പ്രകൃതിയിലെയും പ്രപഞ്ചത്തിലെയും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ, നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും മറ്റ് സന്നാഹങ്ങളുടെയും പിൻബലത്തോടെ ധരിച്ച, അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശാസ്ത്രം വെള്ളത്തെ സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ട് അത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടായ ഒരു ദ്രാവകമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, സ്വയം ജ്വലിക്കുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് കത്തുന്നതിന് സഹായകമാകുന്ന ഒരു ഘടകവും. അപ്പോൾ സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് വാതകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് വെള്ളമുണ്ടായത് എന്ന് അതിനെ വിശകലനം ചെയ്ത് അതിന്റെ ഘടനാവിശേഷം പറയാനല്ലാതെ സ്വന്തം നിലക്ക് യഥേഷ്ടം ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെള്ളമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ, അങ്ങനെ ഉദാരമായി വെള്ളം ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അടിസ്ഥാനപരമായി അള്ളാഹു വെള്ളം ഇറക്കി, അൻസല എന്ന പ്രയോഗം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ചില സാധനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ പരാമർശിച്ചിരിക്കുന്നു, വേറെ ചിലതിനെ സംബന്ധിച്ച് അള്ളാഹു സൃഷ്ടിച്ചു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി വെച്ചു എന്നോ പ്രയോഗിച്ചിരിക്കുന്നു. ഈ പ്രയോഗങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ്? ശാസ്ത്രീയമായ പഠനം ആവശ്യമായ ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇതുപോലെയുള്ള നമ്മുടെ ഈ ഒരു സന്ദർഭം അതിനേക്കാൾ ഫലപ്രദമായ വേറെ ചില വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബുൻ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പൊതുവേ ഏതിനെപ്പറ്റിയും ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള പ്രോത്സാഹനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറെ സൂക്തങ്ങൾ നമുക്ക് കാണാം. അന്വേഷണവും ആലോചനയും ബുദ്ധിയോടെ വേണം മനുഷ്യൻ ഓരോന്നും പ്രയോജനപ്പെടുത്താൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണിത്. എന്ത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപടലങ്ങളിൽ നിന്ന് ഈ വെള്ളത്തെ താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? ഈ ചോദ്യത്തിൽ തന്നെ ചില ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഈ വീഴുന്നത് എത്ര ഉയരത്തിൽ നിന്നാണ് അതിനനുസരിച്ച് ഈ സാധനത്തിന്റെ വേഗത വർദ്ധിക്കും. താഴോട്ടുള്ള സഞ്ചാരത്തിന്റെ, കീഴ്പോട്ടുള്ള വരവിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഭാരം വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെടും. ഇത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഒരു വസ്തു ഒരു ഇത്ര ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ എത്ര വേഗതയിൽ അത് നിലത്ത് പതിക്കുന്നുവോ അത്രയും വേഗതയിലല്ല ഇതിന്റെ 2 or 3 ഇരട്ടി ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ. അപ്പോൾ അതിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഭാരം കൂടിയതായിട്ട് അനുഭവപ്പെടുമെന്നാണ്. യഥാർത്ഥത്തിൽ ഭാരം കൂടുന്നില്ല, പക്ഷെ ഭാരം കൂടിയതായിട്ട് അനുഭവപ്പെടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ്, നിങ്ങൾ മഴയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മേഘപടലങ്ങളിൽ നിന്ന് ഈ വെള്ളത്തെ ഇറക്കുന്നത് നാമോ അതല്ല നിങ്ങളോ? അപ്പൊ പടച്ച തമ്പുരാൻ മഴ വർഷിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ സംവിധാനം അത് പുറപ്പെടുന്ന അവിടത്തെ അതേ വേഗതയിൽ തന്നെ, വേഗത വർദ്ധിക്കാതെ, ഭാരം അധികപ്പെടാതെ അത് ഭൂമിയിലെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു വിഷയം തുടർന്ന് പറയാൻ പോകുന്നതാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. 2 രീതിയിൽ വെള്ളം ഉപ്പുരസമുള്ളതാകാം എന്ന് ഇപ്പൊ കേരളത്തിൽ തന്നെ ജീവിച്ച് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വെള്ളം ബാഷ്പീകരിച്ചിട്ട് ഭൂമിയിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് മേലോട്ട് പോകുന്നു. നമ്മളിപ്പോ ശാസ്ത്രത്തിലൂടെ അത് കുറെ കഴിഞ്ഞപ്പോൾ പഠിച്ചു. ഇത് പഠിക്കുന്നതിന് മുമ്പ്, വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ്, 6ാം നൂറ്റാണ്ടിൽ 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിരക്ഷരനായ ആ പ്രവാചകൻ നിരക്ഷരരായ തന്റെ ജനതയെ ഓതി കേൾപ്പിക്കുകയാണ്. അവർക്കതിന്റെ എത്രമാത്രം അർത്ഥമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് അന്ന് ആവശ്യമുള്ള എന്തോ ഒരർത്ഥം, ഒരാശയം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് അതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ലോകം വികസിക്കുന്നതിനനുസരിച്ച്, വിജ്ഞാനം വികസിക്കുന്നതിനനുസരിച്ച്, പഠന ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഉത്തരം മുട്ടുകയും ഗവേഷണങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയും
പുറകോട്ട് പോവുകയും പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. പിന്നെയോ പുരോഗതിയെയും വികാസത്തെയും ഉൾക്കൊള്ളുവാൻ അതിന്റെ അർത്ഥതലവും വ്യാപ്തി കൂടുകയാണ്. അങ്ങനെ വ്യാപ്തി കൂടുന്ന ഒരുപാട് സൂക്തങ്ങളുടെ ഉദാഹരണത്തിൽ ഒരു സൂക്തമാണിത്. ശാസ്ത്രത്തെ സംബന്ധമായ വിഷയങ്ങളിലാണ് ഈ പറയുന്നത്. അല്ലാത്ത മറ്റു വിഷയങ്ങളിലൊക്കെയും ഖുർആൻ അങ്ങനെ ലോകത്തോടും കാലത്തോടും ഒപ്പം സഞ്ചരിക്കാനുള്ള കെൽപ്പുള്ള ഗ്രന്ഥമാണ്. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഇപ്പോ ഈ ഒരൊറ്റ പോയിന്റ് എന്താണ്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. അപ്പൊ ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചിട്ടാണ് വെള്ളം മേലോട്ട് പോകുന്നത് നീരാവിയായിട്ട്. ഈ വെള്ളമാണ് പിന്നീട് തണുത്ത കാറ്റടിക്കുമ്പോൾ, ആ കാറ്റിനൊക്കെ പ്രത്യേകം വാക്കുകൾ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാറ്റിനും ഒരേ വാക്കല്ല, എല്ലാ മേഘങ്ങൾക്കും ഒരേ വാക്കുകളല്ല. ഓരോന്നിനും അതിന്റെ പ്രകൃതത്തെ കൃത്യമായി എടുത്തു കാണിക്കുന്ന പ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ തരത്തിൽ ഒരു പഠനം നടത്തിയാൽ ശ്രദ്ധേയവും അത്ഭുതകരവും വിസ്മയാഹവുമായ ഒരു വിജ്ഞാന പ്രപഞ്ചം അവരുടെ മുമ്പിൽ തുറക്കപ്പെടും. അപ്പൊ എന്നിട്ടല്ല പറയാണ്, ഈ നീരാവി അങ്ങനെ മേലോട്ട് പോയിട്ട് ഇത് ബാഷ്പീകരിച്ചിട്ടാണല്ലോ മഴ പെയ്യുന്നത്. ഈ ബാഷ്പീകരണ പ്രക്രിയയിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പടച്ചോന്റെ ചോദ്യം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് രസമുള്ളതാകുമായിരുന്നു, ഉപ്പ് മഴ പെയ്യുമായിരുന്നു. ഭൂമിയുടെ 70% വെള്ളമാണ്. ഭൂമിയെ വേറൊരു ഗ്രഹത്തിൽ നിന്നിങ്ങനെ നോക്കിയാൽ അള്ളാഹു ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് തോന്നും. അങ്ങനെയാണ് ഭൂമിയുള്ളത്. ഇത് നിങ്ങൾ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂപടമൊക്കെ എടുത്തിട്ട് വലിയ ഗ്ലോബ് അല്ലെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. 70% വെള്ളമാണ്. അത് ശുദ്ധജലമല്ല, ഉപ്പ് രസമുള്ള സമുദ്രജലമാണ്. ഈ സമുദ്രജലത്തിനിടയിലാണ് ഈ 30% വരുന്ന ഈ കരയുള്ളത്. ആ കരയിൽ തന്നെ പീഠഭൂമികൾ, മരുഭൂമികൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഘോര വനാന്തരങ്ങൾ അങ്ങനെ തുടങ്ങി അതുപോലെ മഞ്ഞുമലകൾ തുടങ്ങി കുറേ ഭാഗം ജനശൂന്യവും ഉപയോഗശൂന്യവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്. പക്ഷെ അതും പ്രയോജനകരമാണ്. അതിൽ കഴിച്ചു ബാക്കിയുള്ള കുറച്ച സ്ഥലമാണ് ഈ ലോകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വിലസുന്നതും ഈ കാട്ടിക്കൂട്ടുന്നതും ഒക്കെയായ ഈ സംഗതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു നിസ്സാരത നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് പടച്ചവൻ ഏത് കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്? ഇതെങ്ങനെയാണ് ഉപ്പ് രസമുള്ളതാകുന്നത്? 70% ഉപ്പ് രസം നിറഞ്ഞ വെള്ളമാണ്. ഈ വെള്ളത്തിൽ നിന്നാണ്, ഈ ജലാശയങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത്. അതല്ലാതെ നമ്മുടെ കുളങ്ങൾ, തോടുകൾ, തടാകങ്ങൾ, ആറുകൾ, അരുവികൾ, പുഴകൾ എന്നിങ്ങനെ പറയുന്നവയുണ്ടല്ലോ, കിണറുകൾ ഉൾപ്പെടെ, ഇത് വളരെ കുറവാണ്. ഒട്ടുമിക്കതും തണലിലും നിഴലിലും മറവിലുമാണ്. സുഗമമായി ബാഷ്പീകരണ പ്രക്രിയ നടക്കാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ട് ശുദ്ധജലം ആകാശത്തിലേക്ക് നീരാവിയായി പോകാനുള്ള സാധ്യത തുലവും കുറവാണ്. ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു, ഉപ്പ് രസമുള്ള സമുദ്രങ്ങളിൽ നിന്ന്. അപ്പോ ആ ബാഷ്പീകരണ പ്രക്രിയയിൽ ഉപ്പിന്റെ അംശത്തോടു കൂടിയാണ് വെള്ളം മേലോട്ട് പോകുന്നതെങ്കിലോ ഉപ്പുമഴയാണ് പെയ്യുക. അതാണ് ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറുൻ, എന്നിട്ടെന്താ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പൊ അപ്പൊ ഈ വെള്ളം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സമുദ്രത്തിൽ നിന്ന് ഉപ്പുവെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റുകൾ, കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന വലിയൊരു അധ്വാനമാണത്, പണച്ചെലവുള്ള പരിപാടിയാണ്. നമുക്ക് യഥേഷ്ടം വെള്ളം 5 പൈസയുടെ ചെലവില്ലാതെ യാതൊരു ശാരീരിക അധ്വാനവും കൂടാതെ പടച്ച തമ്പുരാൻ ലഭ്യമാക്കി തന്നിരിക്കുകയാണ്. ആ ലഭ്യമാക്കുന്നതിന്റെ രീതി നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെയാണ്. പ്രകൃതിപരമായി അള്ളാഹു ചെയ്തു വെച്ച സംവിധാനങ്ങളിലൂടെ യഥേഷ്ടം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലൗലാ തഷ്കുറൂൻ, അതിന്റെ ശുക്ർ കാണിക്കാൻ, ഇതിന്റെ വില മനസ്സിലാക്കാൻ, ഈ പ്രപഞ്ചനാഥനെയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിൽ കാണിക്കുന്ന സൂക്ഷ്മതയെയും അവന്റെ മേധാവിത്വത്തെയും മനസ്സിലാക്കുവാൻ, അവനെ അറിഞ്ഞ് അവന് വിധേയമാകുവാൻ മനുഷ്യ സമൂഹത്തിന് കഴിയാതെ പോകുമ്പോ അവരെ അവരുടെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു വരുത്തും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് എന്ന് വരികൾക്കിടയിൽ പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പകരം നമ്മൾ തന്നെ വരുത്തിവെച്ചിട്ടുള്ള നമ്മളുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങളുടെ വിനയാണ് ഇന്ന് കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഉപ്പുമഴ പെയ്യുന്നതിന്റെ ഒരു രൂപം ഇതാണ്. ഉപ്പിന്റെ അംശത്തോടുകൂടിയാണ് ഈ വെള്ളം മേലോട്ട് പോരുന്നതെങ്കിൽ ഉപ്പോടുകൂടി തന്നെ താഴോട്ട് വീഴും, ഭൂമിയിൽ ജീവിതം അസാധ്യമാകും. വേറൊരു രീതിയിൽ നമ്മുടെ വെള്ളം ഉപ്പിന്റെ അംശത്തിലേക്ക് പോകാൻ അടുത്തിരിക്കുകയാണ്. അതിപ്പോ യാഥാർത്ഥ്യമായി വരുന്നു. നമ്മുടെ വികസനത്തിന്റെ പേരിൽ ഭൂമിയിലേക്ക് ധാരാളമായി വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് ഭൂഗർഭജലം വരെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ എന്താ, ഒരു കുഴൽക്കിണറടിക്കാം എന്നാണ് കരുതുന്നത്.
ഇങ്ങനെ മുമ്പ് വളരെ ഉദാരമായി കരുതിയിരുന്നു. ഇപ്പോ ഇത് അനുഭവിച്ചവർക്കറിയാം അങ്ങനെ കളച്ചതുകൊണ്ട് മാത്രം വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം 3-4 കുഴൽ കിണറുണ്ടായിട്ടും കുടിവെള്ളത്തിന് വേണ്ടി മൈലുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ പോകുന്ന കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട്. അപ്പൊ ഭൂഗർഭജലം വേണ്ടത്ര ലഭ്യമല്ല. ജലവും കിണറ്റിലെ വെള്ളവുമൊക്കെ ലഭ്യമാകണമെങ്കിൽ പ്രകൃതിയുടെ ഒരു പൊതുവായ താളമുണ്ട്. ആവാസ വ്യവസ്ഥയ്ക്ക് പടച്ചതമ്പുരാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം തകരാറാകാതെ നോക്കണം. പടച്ചവനോട് ശുക്ർ കാണിക്കുക എന്നതിന്റെ അർത്ഥം പടച്ചവന് റുക്കോവും സുജൂദും ചെയ്യുക എന്നത് മാത്രമല്ല, അതതിന്റെ ഒരർത്ഥമാണ്, അതതിന്റെ താല്പര്യമാണ്. അവനെ മനസ്സിലാക്കുക, അവനെ പ്രകീർത്തിക്കുക. സുബ്ഹാന അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ എന്ന് പറയുന്നുണ്ടല്ലോ. ആകാശഭൂമികളെക്കുറിച്ച്, അതിന്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച്, അതിന്റെ ഘടനാവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ. എങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരുന്നും നിന്നും കിടന്നും. ഇത് ഈ തൊണ്ടയുടെ താഴോട്ട് കയ്യിലൊരു സാധനം, ഇത് എണ്ണം പിടിക്കാൻ, എന്നിട്ടിങ്ങനെ തൊണ്ടയുടെ താഴോട്ട് പോകാത്ത, ഇവിടെ നിന്ന് നാവിന്റെ മേലോട്ട് കയറാത്ത ദിക്ർ. ആ ദിക്റിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ചിന്തയാണ്, ഇത് ഫിക്റാണ്, ആലോചനയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവൻ, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനത്തെ ആളുകളാണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, പടച്ചവനെ നീ ഇത് നിഷ്ഫലമായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ ഓരോന്നിന്റെ പിന്നിലും ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ. അവന് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അനുഗ്രഹദാതാവിന് നന്ദികേട് കാണിക്കാതിരിക്കാനെങ്കിലും അവൻ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഇന്നത്തെ ലോകത്തിന് അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമുക്ക് പോലും കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മെപ്പോലും നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരം അള്ളാഹുവിന്റെ അടിമത്വത്തിന് വിധേയമായ ഒരു ജീവിത വീക്ഷണമല്ല. അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ അട്ടിമറിഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതശീലങ്ങളും അട്ടിമറിഞ്ഞിരിക്കുന്നു. ജീവിതശീലങ്ങൾ വെറുതെ അട്ടിമറിഞ്ഞതല്ല, ജീവിത കാഴ്ചപ്പാടിൽ വന്ന അട്ടിമറിയിൽ നിന്നാണ് ജീവിതശീലങ്ങളിൽ അട്ടിമറികൾ ഉണ്ടായിട്ടുള്ളത്. ആ ജീവിതശീലം ഭൂമിയെ അങ്ങനെ ഊഷരമാക്കാൻ ഉപകരിക്കുന്നതാണ്, ഭൂമിയെ പരിപാലിക്കുന്ന സ്വഭാവമുള്ളതല്ല. ലാ തുഫ്സിദു ഫിൽ അർളി മിൻ ബഅദി ഇസ്ലാഹിഹാ, ഭൂമി അതിനെ നന്നാക്കിയതിന് ശേഷം, വാസയോഗ്യമാക്കിയതിന് ശേഷം നിങ്ങൾ അതിനെ തകർക്കരുത്, നശിപ്പിക്കരുത് എന്ന് പ്രവാചകന്മാർ പറഞ്ഞതായിട്ട് കാണാം. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇഹലോക ജീവിതത്തെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മധുര മനോഹരമായിട്ട് ഇഹലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഈ ആയത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങളെല്ലാം പറയാനല്ല ഞാനിപ്പോ ഇത് ഓതിയത്. ഇതിന്റെ തുടർച്ച ശേഷം പറയുന്ന ഒരായത്തുണ്ട്. എന്താണ്? വഇദാ തവല്ല സആഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഭൗതികാസക്തി പൂണ്ട ഒരു തലമുറ അള്ളാഹുവിന് വിധേയമായി അവൻ അടിമപ്പെട്ട് അവനെ റബ്ബും ഇലാഹുമായി പരിഗണിച്ച് അതനുസരിച്ചുള്ള ഒരു ജീവിതം ശീലിക്കാൻ മടിക്കുന്ന ജനത, അതിന് സന്നദ്ധമല്ലാത്ത ജനത, പടച്ചവനെ അവഗണിച്ച ജനത അല്ലെങ്കിൽ പടച്ചവനെ ധിക്കരിച്ച ജനത, രണ്ടും ഒരുപോലെ തെറ്റാണ്. പടച്ചവനെ അവഗണിച്ചോ ധിക്കരിച്ചോ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയ ജനത, അവരെ പറ്റി അല്ലാഹു പറയാണ് വഇദാ തവല്ല സആഫിൽ അർള്, അവർ ഭൂമിയിൽ വ്യാപരിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ അവർക്ക് ആധിപത്യം കിട്ടിയാൽ, അവർക്ക് മേധാവിത്വം കിട്ടിയാൽ, തീരുമാനാധികാരം അവരുടെ കയ്യിലായാൽ, സആഫിൽ അർള്, അവർ ഭൂമിയിൽ വേഗത്തിൽ പോകും, അതിവേഗം പോകും. എന്താണ് അവരുടെ ഉദ്ദേശം? ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, കൃഷികളെയും കാർഷിക മേഖലകളെയും തലമുറകളെയും നശിപ്പിക്കാൻ, വാസയോഗ്യമല്ലാതാക്കാൻ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വികസന കാഴ്ചപ്പാട്. ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയെ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള പ്രകൃതിപരമായ അള്ളാഹു വെച്ച സംവിധാനങ്ങളൊക്കെ നമ്മൾ മുടക്കി. വേഗത്തിൽ പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വേഗത്തിൽ പണമുണ്ടാക്കുന്നതിന്റെ മാർഗം കാർഷിക മേഖലയെല്ലാം നാണ്യവിളകളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. നാണ്യവിളകൾ പോലുമല്ല, കോൺക്രീറ്റ് സൗധങ്ങളാണ് എന്ന് ഉപദേശിക്കപ്പെട്ടു. എറണാകുളത്ത് മുമ്പ് ഒരു വലിയ സമ്മേളനം നടന്നല്ലോ, നമ്മുടെ കേരളത്തെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചൊരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്.
അതിന് നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ വന്നിട്ട് നമ്മുടെ കേരളത്തെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ കൃഷി എന്നും പറഞ്ഞിട്ട് ഈ വെള്ളം ഭൂമി വെറുതെട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് വ്യവസായം പ്രോത്സാഹിപ്പിക്കരുതോ? അത് ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എന്റെ പോയിന്റ്. ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്നതിന്റെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് വയലുകൾ, കൃഷിയിടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ജലാശയങ്ങളാണ്. വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുകയാണ്, ശേഖരിച്ചു വെക്കുകയാണ്, എന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് വെള്ളം ഉദാരമായി ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി നടക്കണം. അള്ളാഹു അതിന് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ, കാർഷിക കൃഷി പ്രദേശങ്ങൾ, ഇതൊക്കെ നമ്മൾ നികത്തി. അപ്പൊ ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ എവിടെയും സംവിധാനമില്ല. മര്യാദക്കൊരു 2 മഴ പെയ്താൽ ആകെ പ്രളയമായി. ഇപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് ആറ്റുനോറ്റ് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു 3 മഴ മര്യാദക്കൊരു 3 മഴ വർഷിച്ചാൽ എവിടെ തിരിഞ്ഞാലും വെള്ളമായി, ആകെ പ്രളയമായി, ശാപമായി, ശകാരമായി, വമ്പിച്ച നാശങ്ങളുടെ കണക്കായി. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സംവിധാനങ്ങളില്ല. അപ്പൊ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാതിരിക്കുകയും ഭൂഗർഭജലം അമിതമായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഉപ്പുജലം ഭൂമിക്കടിയിലൂടെ വരും. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. അങ്ങനെയും സംഭവിക്കാം. അപ്പൊ പടച്ച തമ്പുരാന്റെ കാവൽ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല. അപ്പൊ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം സാധ്യമാകുന്നതിന് ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമായ വജഅൽനാ മിനൽ മാഇ മിൻ കുല്ലി ശൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന് ഖുർആൻ തന്നെ പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഈ വെള്ളത്തെ അതിന്റെ ഗൗരവത്തോടെ സമീപിക്കുവാൻ നമ്മൾ പഠിക്കണം. വെള്ളത്തെ മാത്രമല്ല, പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും തന്നെ അതിന്റെ മര്യാദയോടെ പരിപാലിക്കുവാൻ നമ്മൾ പഠിക്കണം. അതിൽ 2 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഹദീസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും. സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ സഅദിൻ യതവല്ലഹു, സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തിലൂടെ അങ്ങനെ നടന്നുപോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വുളു ചെയ്യൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സർഫ്, ഇതെന്തൊരു ദൂർത്താണ്. ധാരാളമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം വുളു ചെയ്യുന്നത്. ഇതെന്തൊരു ദൂർത്താണ്. അങ്ങനെ കണ്ടമാനം വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്ര അധികം വെള്ളം സുലഭമായ ഒരു രാജ്യമല്ല അത്. നമുക്കറിയാലോ, പണ്ടും അതന്നെയാണ് അവിടുത്തെ പ്രകൃതി. അടിസ്ഥാനപരമായി ചൂട് കൂടി എന്നല്ലാതെ വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ ഇതെന്തൊരു ദൂർത്താണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫൻ, വുളൂലുണ്ടോ ഇസ്റാഫ്? ഇസ്റാഫ് എന്ന് ദൂർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൂർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദൂർത്തുണ്ട്. ദൂർത്താകാതെ നോക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്ത് കാണിക്കുന്നവർ എന്തുകൊണ്ടായാലും ശരി, ഏതിലായാലും ശരി, ധാരാളിത്തം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നല്ല പഠിപ്പിച്ചിട്ടുണ്ട്. അത് സഅദിനറിയാം. ധൂർത്തന്മാർ ശപിക്കപ്പെട്ടവരാണ്, അവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നൊക്കെ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനും അറിയാം. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ഒളുവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ കഴിക്കുക, കൂടുതൽ നന്നാവുമ്പോൾ കൂടുതൽ കൂലി കിട്ടും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. കണ്ടിട്ടില്ല ചില ആളുകൾ ഒളു ഉണ്ടാക്കുന്നത്? ടാപ്പ് തുറന്നിട്ടിട്ടാണ് ഇവർ പല്ല് തേക്കാൻ തുടങ്ങുന്നത്. ആ പല്ല് തേച്ച് കഴിയുന്നത് വരെയും ഈ വെള്ളം ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ജലക്ഷാമമുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ തന്നെയും ഇത് നിഷിദ്ധമായൊരു പ്രവർത്തനമാണ്. മതപരമായി ഹറാം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം ഇസ്ലാം ഒരു നിലക്കും പൊറുപ്പിക്കാത്ത ഒരു പ്രവണതയാണിത് എന്ന് പറയാനാണ്. മറ്റ് മതഭാഷയിൽ ഫത്വ നൽകൽ നമ്മുടെ പണിയല്ല. നമ്മൾ പ്രബോധകരാണ്, വിധികർത്താക്കളല്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വരാം. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, വുളൂലുണ്ടോ ഇസ്റാഫ് അഥവാ ധൂർത്ത്? നഅം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അതെ. വലൗ കുൻത ഫീ നഹ്രിൻ ജാരിൻ, നീ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്ന് തന്നെയാണ് ഒളു എടുക്കുന്നതെങ്കിലും, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്ന് തന്നെയാണ് ഒളു എടുക്കുന്നതെങ്കിലും ഒളുവിലും ഇസ്റാഫുണ്ട്. ശ്രദ്ധിക്കണം. ഇതിപ്പോ സാധാരണ നമുക്ക് ഈ ഹദീസ് എങ്ങനെ മനസ്സിലാക്കാം? ഒളു ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഈ ഹദീസിനെ പറ്റി പിന്നെ പറയാം. രണ്ടാമത്തെ ഹദീസ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖാമത്തിസ് സാഅതു
വഫീ യദി അഹദിക്കും ഫസീല. ഖിയാമത്ത് നാൾ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. ശരിക്കും അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. സങ്കല്പിച്ചു നോക്കുക ആ രംഗം. അള്ളാന്റെ റസൂലിനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഭാവനയിൽ കണ്ടു പറയേണ്ട വല്ല കാര്യമുണ്ടോ? വേറെന്തൊക്കെ പറയാം, പക്ഷേ ഈ പറച്ചിലിന്റെ അർത്ഥം എത്ര ശക്തമാണ്. അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ വഫീ യദി അഹദിക്കും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഒരു തേയ്, എന്തോ ഒരു മരത്തിന്റെ തേയ്. നിങ്ങൾക്കത് നടാൻ സാധിക്കുമെങ്കിൽ അത് നടാതെ നിങ്ങൾ വിടരുത്. അതാണ് ഹദീസ്. അത് നടാതെ നിങ്ങൾ വിടരുത്. മരം നടണം എന്ന് പൊതുവെ പറഞ്ഞാൽ പോരാ. പൊതുവെ പറഞ്ഞാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ അർത്ഥമാണ്. എന്താണ്? അന്തിമകാഹളത്തിൽ ഊതപ്പെട്ട ശേഷമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി കിട്ടിയാൽ ഇനിയിപ്പം എന്തിനാ, എല്ലാം അവസാനിച്ചല്ലോ എന്ന് കരുതരുത്. അത് നടാൻ കഴിയുമെങ്കിൽ, അവസരം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങളത് നടാതെ പോകരുത്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ രണ്ട് ഹദീസിനെ പറ്റിയും ഇങ്ങനെ പറയാം. ഒന്നാമത്തെ ഹദീസ് എന്ന് പറയുന്നത് എന്താ? പ്രകൃതിയിൽ നിന്ന് വിഭവം ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തലാണ്. അല്ലെ, വെള്ളം എടുക്കുകയാണ് വുളു ചെയ്യാൻ. പ്രകൃതിയിൽ നിന്ന് വിഭവം ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ പ്രകൃതിയുടെ നാഥൻ അനുവദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതാണ് വുളു. കാരണം നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള മുനാജാത്ത്, ഈ നമസ്കാരം ദീനിന്റെ സ്തംഭം എന്നൊക്കെ പഠിപ്പിച്ച അത്രയും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമസ്കാരം. അതിനു വേണ്ടിയിട്ട് വുളു വേണം. വുളു ഇല്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല, വെള്ളമുള്ളപ്പോൾ. അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും അനുവദനീയമായ കാര്യമാണ് വുളു. അതിന്റെ വിഷയത്തിൽ പോലും പറയുന്നു, നീ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണ് വുളു ചെയ്യുന്നതെങ്കിലും അത്യാവശ്യമുള്ള വെള്ളമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷ്മതയാണ് ഈ ഹദീസിൽ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ഇത് വുളു എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു സാധു ഉപദേശം മാത്രമല്ല. ഇത് വുളു എന്ന ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മര്യാദ മാത്രമല്ല, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതയാണിത്. രണ്ടാമത്തതോ, പ്രകൃതിയെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയാണ്, ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ്. പ്രകൃതിയെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയും ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളുടെ ജാഗ്രത എന്താകണം? അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ അത് വിടാതെ പോകരുത് എന്നുള്ളതാണ്. ഒന്നാമത്തത് പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തലാണ്, അതിൽ അത്യന്തം കണിശത പാലിക്കണം. രണ്ടാമത്തത് അങ്ങോട്ട് പ്രകൃതിയെ പരിപാലിക്കലാണ്, പരിപോഷിപ്പിക്കലാണ്, ശക്തിപ്പെടുത്തലാണ്. നിങ്ങൾക്ക് മരാവശ്യമുണ്ട്, യഥേഷ്ടം വെട്ടാം. വരും തലമുറകൾക്ക് മരല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ കോഴിക്കോട് കല്ലായി ഒരു കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ചരിത്രം പരിശോധിക്കേണ്ടി വരികയാണ് ഇപ്പോൾ നമുക്ക്. ഒരു കാലഘട്ടത്തിൽ തടി കയറ്റി അയക്കുന്നതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്ന കല്ലായി. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ജനലേതാ വാതിലേതാന്ന് ചോദിച്ചാൽ മലേഷ്യൻ ഇരുളാണ്. മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് മരം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ മരമില്ലാതെ പോയി ആവശ്യത്തിന് എന്നുള്ളതാണ്. കുറഞ്ഞപ്പോൾ ഉള്ളതിന് വില കൂടി. നമുക്ക് പണ്ട് പറ്റിയ അബദ്ധം ഇപ്പൊ മലേഷ്യക്കാർക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്റെ നിരീക്ഷണം. അവിടുന്ന് തടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരം വെച്ച് വളർത്തിയാൽ നിങ്ങളുടെ പേരക്കുട്ടികൾ വീണ്ടും മലേഷ്യയിലേക്ക് മരം കയറ്റി അയക്കും എന്ന് ഞാൻ പ്രവചിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെങ്ങ് എന്ന് പറഞ്ഞത് 2 ദിവസം കൊണ്ടുണ്ടാകുന്ന സാധനമല്ല. അതൊരു തലമുറയുടെ, ഒരു പുരുഷായുസിന്റെ, ഒരു വലിയ തലമുറകളുടെ കഥ പറയാനുള്ളതാണ് ഈ മരങ്ങൾ. ആവശ്യത്തിന് മുറിക്കാം. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹ ഖായിമത്തൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാ. യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പന മുറിച്ചപ്പോ അവര് റസൂലുള്ളാഹിയെ മെക്കെട്ട് കയറാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗപ്പെടുത്തിയപ്പോ അല്ലാഹ് അതിൽ ഇടപെട്ടു. മാ ഖതഅതും മിൻ ലീനത്തിൻ, ഒരു ഈത്തപ്പന വൃക്ഷവും നിങ്ങൾ മുറിച്ചിട്ടില്ല. ഔ തറക്തുമൂഹ ഖായിമത്തൻ അലാ ഉസൂലിഹാ, അല്ലെങ്കിൽ അത് അതിന്റെ തടിയിൽ തന്നെ അങ്ങനെ നിന്നുകൊള്ളട്ടെ എന്ന് വെച്ചിട്ടുമില്ല. ഒന്നും നിങ്ങൾ മുറിച്ചിട്ടുമില്ല, ഒന്നും നിങ്ങൾ മുറിക്കാതെ വിട്ടിട്ടുമില്ല. ഇതിനില്ല, അതിന്റെ നാഥനായ അള്ളാഹുവിന്റെ, നാഥനായ നിന്റെ വക പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഒരു മരമുറിയുടെ വിഷയം മാത്രമല്ല, എങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ പരിപോഷിപ്പിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന വിഷയത്തിൽ ഈ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും കയ്യിലൊരു മരം കിട്ടിയാൽ നടണം എന്ന് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹിയുടെ ആ ജാഗ്രത നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ തലമുറകൾക്കുണ്ടോ? വിശ്വാസികളെന്ന് കരുതുന്ന നമുക്ക് പോലുമുണ്ടോ? വിശ്വാസികളുടെ കൂട്ടത്തിൽ തഖ്വ പാലിക്കുന്നവർ പോലും തഖ്വയുടെ ചൈതന്യത്തിൽ ഈ മേഖലയൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിർജീവമായ ഉഹുദ് മലയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഉഹുദ് മല, നമ്മൾ അതിനെ സ്നേഹിക്കുന്നു, അത് നമ്മളെയും സ്നേഹിക്കുന്നു.
റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഞാൻ അങ്ങിങ്ങായിട്ട് ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് വെള്ളം ഇല്ലാതെ പോകുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തണം. എന്തുകൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ പോയി എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ മഴയില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അത്യാവശ്യം കുറച്ചൊക്കെ മഴ പെയ്തിട്ടുണ്ടാകും. പെയ്യുന്ന മഴ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ വികസന പ്രക്രിയകളുള്ളത്. വലിയ മെട്രോപൊളിറ്റൻ സിറ്റികൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ വലിയ ടൗണുകൾക്കൊക്കെ അതിന്റെ ചുറ്റും ഒരു ചേരി ഉണ്ടാകും. ചേരിയില്ലാതെ ഒരു ടൗണും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എത്ര വലിയ ടൗണാണോ അത്രയും വലിയ ചേരി. നിങ്ങൾ ബോംബെ അല്ലെങ്കിൽ കൽക്കത്ത അല്ലെങ്കിൽ അതുപോലെയുള്ള ഡൽഹി പോലെയുള്ള ഒരു ടൗണിൽ പോയി നോക്കൂ. അതിനു ചുറ്റും പുഴുക്കളെപ്പോലെ മനുഷ്യർ കഴിയുന്ന ചേരികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കോഴിക്കോട് ഒരു ചെറിയ നഗരമായതുകൊണ്ട് അതിന്റെ ചുറ്റും ഒരു ചെറിയ ചേരി നിങ്ങൾക്ക് കാണാം. അതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആകുമ്പോൾ അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു വകയുമില്ലാതെ കഴിയുന്ന പുഴുക്കളെ പോലെയുള്ള മനുഷ്യരെ അപ്പോൾ കോഴിക്കോടിന് ചുറ്റും നിങ്ങൾ കാണും. ആണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, പ്രകൃതിയുടെ കുഴപ്പമല്ല. ഇന്നത്തെ നമ്മുടെ മനുഷ്യരുടെ ജീവിത കാഴ്ചപ്പാട് അട്ടിമറിഞ്ഞതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയോ? മെട്രോപൊളിറ്റൻ സിറ്റികളെ പറ്റിയായിട്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പഠനം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. 3 സ്റ്റാർ മുതൽ 3 സ്റ്റാർ സാധാ ഹോട്ടലൊക്കെ വിട്ട് 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഹോട്ടലുകളിൽ ഒരു ദിവസം ഫ്ലഷ് ചെയ്ത് കളയുന്ന വെള്ളം, പ്രസ് ഹിയർ കണ്ടിട്ടില്ലേ? അവിടെ ഞെക്കിയാ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിപ്പോകും നമുക്ക്. പിന്നെ ഇത് എങ്ങനെയാ ഒന്ന് അവസാനിച്ച് കിട്ടുക? പ്രസ് ഹിയർ വെള്ളം കണ്ട് അടിച്ച് ചീറ്റി മറിഞ്ഞു പോവുകയാണ് കുറെ നേരം. പിന്നെ അത് തന്നെയാണ്. അപ്പൊ 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഈ ഹോട്ടലുകളിൽ ഒരു ദിവസം ഫ്ലഷ് ചെയ്ത് കളയുന്ന വെള്ളമുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള ചേരി പ്രദേശങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരു മാസത്തെ അവരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാം. അവരുടെ ശുദ്ധജലത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കാനാവും എന്നാണ് കണക്ക്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഓരോ വീട്ടിലും എത്ര കക്കൂസുകളുണ്ട്, എത്ര ടോയ്ലറ്റുകളുണ്ട്. ഈ മോഡേൺ ടെക്നോളജി എത്ര കണ്ട് നമ്മുടെ വീടുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടുകാരന് വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കുട്ടികളും നമ്മളും ആവശ്യവും അനാവശ്യവും പരിഗണിക്കാതെ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുത്തിട്ട് ഇങ്ങനെ ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെയും ബേജാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൂടി പോയിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്കൊരു ശ്രദ്ധ. ആ ശ്രദ്ധ എന്താ? നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് ഉളൂ ചെയ്യുമ്പോഴും അത്യാവശ്യത്തിനുള്ളത് ഉപയോഗപ്പെടുത്താവൂ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൈമാറിയ ഒരു ശ്രദ്ധയുണ്ടല്ലോ. ഈ ശ്രദ്ധ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. കല്ലുപയോഗപ്പെടുത്തുന്നിടത്ത് വേണം, മണ്ണുപയോഗപ്പെടുത്തുന്നിടത്ത് വേണം, മരം ഉപയോഗപ്പെടുത്തുന്നിടത്ത് വേണം. കാരണം ഇതൊക്കെ പൊതുമുതലാണ്. ഇതെല്ലാം കൂടി വലിച്ചൂരിയെടുത്ത് എന്താ ഊരിയെടുക്കാൻ എന്റെ ന്യായം? എനിക്ക് പൈസയുണ്ട് എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം പരമാവധി വലിച്ചൂരിയെടുത്ത് ഞാനിവിടെ കെട്ടിപ്പടുത്ത് പരമാവധി ആർഭാടമായൊരു ജീവിതം നയിച്ചാൽ എത്ര ആളുകളുടെ അവസരങ്ങളാണ് അതിലൂടെ തകർക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി ശാന്തമായി ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയണം, ഒരു വിശ്വാസിക്ക് കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ ആലോചിക്കേണ്ടത് അന്തിമകാഹളത്തിന്റെ ആ ആ പ്രകമ്പനങ്ങൾക്കിടയിലും ചെടി നടണം എന്ന്. പിന്നെ നട്ടിട്ട് എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ വർത്താനം എവിടെയെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? ആളുകളെ പാലിക്കാനുള്ള നിർദ്ദേശമല്ലേ കൊടുക്കുക? ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ യഥാർത്ഥത്തിൽ? അപ്പൊ ഒരു ചെടി ഇയാളുടെ കയ്യിൽ കിട്ടുമോ? അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ അത്രമാത്രം ജാഗ്രത നിങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കണം എന്ന് പറയലാണ്. അല്ലാതെ നാളെ മറ്റന്നാൾ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുമ്പോ ചെടി കിട്ടലും നടലും അല്ല. അതിനപ്പുറമുള്ള ഒരു വലിയ അധ്യാപനമാണിത്. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് വീടുകളിൽ അത്യാവശ്യത്തിന് വെള്ളമുള്ളവർ വെള്ളമില്ലാത്തവർക്ക് വെള്ളമെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. വെള്ളം ഉള്ള ആളുകൾ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം ന്യായമായ അവസ്ഥയിലാണോ എന്ന് നോക്കണം. അത് സുലഭമായി വെള്ളം കിട്ടിയാലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടുള്ളൂ. ഇപ്പൊ ക്ഷാമുള്ള ആളുകൾ മുമ്പ് കുളിച്ചിരുന്നത് ഒരു ടാങ്ക് വെള്ളം കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കുന്ന അവർക്ക് തൃപ്തിയൊക്കെ ഉണ്ടാവും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിച്ചപ്പോ തന്നെ അതിന്റെ അർത്ഥം നമുക്കിത് ലഭ്യമാകുന്നത് കൊണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് വെള്ളം ടാങ്കിലേക്ക് കയറ്റണമെങ്കിൽ ഒരുപാട് എനർജി വേണം. ഇങ്ങനെ ഒന്നും വിഭവങ്ങളില്ല നമ്മുടെ നാട്ടിൽ, ഉണ്ടാകാൻ പോകുന്നില്ല. ഗ്യാസിന്റെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഉപദേശിച്ചത് മരം നടാനാണ്. മരം 2 ദിവസം കൊണ്ട് വെട്ടാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കൂടി കൊണ്ടെത്തിച്ച ഒരവസ്ഥയിൽ നിന്ന് ഇവർക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തോളൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അഭയം തേടാവുന്ന ഒരു തണലും നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അത് വളരെ ഗൗരവപ്പെട്ടതാണ്. വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്ഥലത്തെത്തിച്ചേരാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും
അവൻ നമ്മളിൽ അർപ്പിച്ച മുഴുവൻ ബാധ്യതകളും യഥാവിധി നിർവഹിക്കുന്ന ശരിയായ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും വീഴ്ചകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു പടച്ചവനെ തമ്പുരാനെ, ഞങ്ങൾ പാപികളും ദുർബലരുമാണ്, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നീ വർഷിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ധാരാളമായി മഴ നൽകുകയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകുകയും ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഭാഗത്ത് വല്ല ധിക്കാരവും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നീ റഹ്മാനും റഹീമുമാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പൂർത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ വിളിക്കുത്തരം ചെയ്ത് നിരവധി ആളുകൾ നിന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. പടച്ചവനെ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സഫലമാക്കണേ നാഥ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.